മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ. പലസ്തീൻ പണ്ഡിത ശിരോമണികൾക്ക് മറുപടിയായുള്ള ഈ പരമ്പരയിലെ ആദ്യത്തെ 2 വീഡിയോകൾക്കും നിങ്ങൾ നൽകിയ നല്ല പ്രതികരണത്തിന് നന്ദി. ഈ പരമ്പര തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് PJ വിൻസെൻറ്റിനും സജി മർക്കോസിനും മാത്രമേ മറുപടി പറയേണ്ടി വരുള്ളൂ എന്നായിരുന്നു. ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് ജബ്ബാർ മാഷും കയറിയിട്ടുണ്ട്. അദ്ദേഹം ഇസ്രായേലിൻ്റെ ചരിത്രവും ഇസ്രായേലിയരുടെ കഥയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അതിൻ്റെ 2ാം ഭാഗവും വന്നതായിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കേട്ടിട്ടില്ല. മനഃപൂർവ്വമാണ് കേൾക്കാതിരിക്കുന്നത്. കാരണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി പറയണമെന്ന് തോന്നും. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരമ്പര പിന്നെ അവിടെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല. ആ വീഡിയോയുടെ തമ്പനയിലും ഡിസ്ക്രിപ്ഷനും കണ്ടപ്പോൾ തന്നെ ജബ്ബാർ മാഷിൻ്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ വീഡിയോയുടെ തമ്പനയിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം ഇസ്രായേലിയരുടെ കഥ എന്നാണ്. അതായത് അദ്ദേഹത്തിന് ഇസ്രായേലിൻ്റെ ചരിത്രം പറയാനുണ്ട്, പക്ഷേ ഇസ്രായേലിയരുടെ ചരിത്രം പറയാനില്ല, കഥ മാത്രമേ പറയാനുള്ളൂ. ജബ്ബാർ മാഷ് ഒരു നിരീശ്വരവാദി എന്നതിനപ്പുറം യുക്തിവാദി ആകാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹവും ഒരു ടിപ്പിക്കൽ നിരീശ്വരവാദി മാത്രമാണെന്ന് ആ വീഡിയോയുടെ തമ്പനയിലും ഡിസ്ക്രിപ്ഷനും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബൈബിളിലെ എബ്രഹാം കഥയിലൂടെ കനാൻ ദേശത്തിൻ്റെ അധിനിവേശ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നു എന്നാണ് ഉള്ളത്. കഥയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചരിത്രം പറയാൻ പറ്റുക? കഥയിൽ അധിനിവേശം മാത്രമല്ല വേറെ പലതും കാണും. കാരണം കഥ എന്നുള്ളത് ഫിക്ഷനാണ്, ഭാവനയാണ്. ഭാവനയിൽ ആർക്കും എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ചരിത്രമായി അവതരിപ്പിക്കാൻ പറ്റുക എന്നതാണ് ചോദ്യം. ജബ്ബാർ മാഷേ, നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ? കഥ കഥയാണെന്നും ചരിത്രം ചരിത്രമാണെന്നും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കുമല്ലോ നിങ്ങൾ. ഇസ്രായേൽ രാഷ്ട്രത്തിനൊരു ചരിത്രമുണ്ട്, പക്ഷെ ആ രാഷ്ട്രത്തിനകത്ത് താമസിക്കുന്ന ഇസ്രായേലിയർക്ക് ചരിത്രമില്ല, വെറും കഥ മാത്രമേ ഉള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? കുറഞ്ഞപക്ഷം ആ തമ്പനയിലും ഡിസ്ക്രിപ്ഷനും അതാണ് പറയുന്നത്. പക്കാ ലോജിക്കൽ ഫാലസിയാണത്. ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യക്കാരുടെ കഥ എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ ചോദിക്കില്ലേ, അതെന്താ ഞങ്ങൾക്ക് കഥ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ചരിത്രമൊന്നുമില്ലേ എന്ന് ചോദിക്കില്ലേ? ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഞങ്ങൾക്കുണ്ട്. മോഹൻജോദാരോ ഹാരപ്പോ നാഗരികതയുടെ കാലഘട്ടം മുതൽ ഇന്നേ വരെയുള്ള ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ പറയും, ഇല്ലേ? ഏതൊരു രാജ്യത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ചില രാജ്യങ്ങൾക്കും അതിലെ ജനങ്ങൾക്കും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ടാവും. പിന്നെ ചിലതൊക്കെ കുടിയേറ്റത്തിലൂടെ ഉണ്ടായ രാജ്യങ്ങളായിരിക്കും. കോളനൈസേഷൻ്റെ ശേഷം ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ രാജ്യങ്ങൾ, അതിനൊക്കെ നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രമേ കാണൂ. 500 600 വർഷങ്ങളുടെയൊക്കെ ചരിത്രം, അല്ലെങ്കിൽ 300 400 വർഷങ്ങളുടെ ചരിത്രം. പക്ഷേ എന്തായാലും ഒരു ചരിത്രം ഉണ്ടായിരിക്കും, അതുറപ്പാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാത്രം നിരീശ്വരവാദികളുടെ നിലപാട് വേറെയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് ചരിത്രമുണ്ട്, പക്ഷേ ഇസ്രായേലിയർക്ക് ചരിത്രമില്ല, കഥ മാത്രമേ ഉള്ളൂ എന്നതാണ് അവരുടെ നിലപാട്. ഒരു രാജ്യത്തിന് ചരിത്രമുണ്ടെന്ന് പറയുകയും ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് പക്ഷേ ചരിത്രമില്ല, കഥയേ ഉള്ളൂ എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ലോജിക്കൽ ഫാലസിയുടെ അങ്ങേ അറ്റമാണ്. ഒരു യുക്തിവാദിക്ക് അത് മനസ്സിലാകും. ഈ വാദം ഒരു ലോജിക്കൽ ഫാലസിയാണെന്നുള്ളത് ഒരു യുക്തിവാദിക്ക് മനസ്സിലാകും. അവനത് മനസ്സിലാക്കിയേ പറ്റൂ, എങ്കിലേ നമുക്ക് അവനെ ഒരു യുക്തിവാദിയായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു നിരീശ്വരവാദിക്ക് ആ ലോജിക്കൽ ഫാലസി മനസ്സിലാകണമെന്നില്ല. കാരണം നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവൻ, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ബുദ്ധിയോ യുക്തിയോ ചിന്താശേഷിയോ അവൻ ഉപയോഗിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ യുക്തിവാദിയുടെ കാര്യം അങ്ങനെയല്ല. അവൻ സംസാരിക്കുന്ന ഓരോ വാചകവും എഴുതുന്ന ഓരോ വാചകവും യുക്തിഭദ്രമായിരിക്കണം. യുക്തിരാഹിത്യത്തിൻ്റെ കണിക പോലും അതിനകത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന ഒരാളും ഇസ്രായേലിൻ്റെ ചരിത്രമെന്നും ഇസ്രായേലിയരുടെ കഥ എന്നും തമ്പനയിൽ ഉണ്ടാക്കുകയില്ല. കഥയിലൂടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു, അബ്രഹാമിൻ്റെയൊക്കെ കഥയിലൂടെ അധിനിവേശ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയൊന്നും പറയില്ല. ഇനിയിപ്പോൾ ജബ്ബാർ മാഷല്ല വേറെ ആരെങ്കിലും ആ തമ്പനയിൽ ഉണ്ടാക്കി ജബ്ബാർ മാഷിന് കൊടുത്തതാണെങ്കിലും അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഒരു യുക്തിവാദി ആയിരുന്നെങ്കിൽ അത് കണ്ടപാടെ ജബ്ബാർ മാഷ് അത് തിരുത്തിച്ചേനെ. ഒന്നുകിൽ ഇസ്രായേലിൻ്റെയും ഇസ്രായേലിയരുടെയും കഥ എന്ന് തിരുത്തിക്കും. അതായത് മൊത്തം കഥയാണ് ജബ്ബാർ മാഷ് പറയുന്നത്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആയാലും ഇസ്രായേൽ ജനങ്ങളുടെ ആയാലും
ചരിത്രമൊന്നും ജബ്ബാർ മാഷ് പറയുന്നില്ല, കഥ മാത്രമേ പറയുന്നുള്ളൂ എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളൂ. അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഇസ്രായേലരുടെയും ചരിത്രം എന്ന് അദ്ദേഹം തിരുത്തിച്ചേനെ. അതായത് ഇസ്രായേലിൻ്റെയും ഇസ്രായേലരുടെയും ചരിത്രമാണ് ജബ്ബാർ മാഷ് പറയുന്നതെന്ന് വീഡിയോ കാണുന്നവർ മനസ്സിലാക്കിക്കോട്ടെ. രണ്ടായാലും ലോജിക്കലി അത് പ്രശ്നമുള്ളതല്ല. ഒന്നുകിൽ ഇത് രണ്ടും കഥയാണെന്ന് പറയുക, അല്ലെങ്കിൽ ഇത് രണ്ടും ചരിത്രമാണെന്ന് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ലോജിക്കലി അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രവും രാജ്യത്തിലെ നിവാസികളുടെ കഥയും എന്ന് പറയുമ്പോൾ അത് ലോജിക്കൽ ഫാലസിയാണ്. അങ്ങനെ ലോജിക്കൽ ഫാലസി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന തമ്പനയിൽ യുക്തിബോധമുള്ള ഒരാളും ഇടാൻ നിൽക്കില്ല. അതുപോലെ കഥയിലൂടെ ചരിത്രം അവതരിപ്പിക്കുന്നു എന്നുള്ള ലോജിക്കൽ ഫാലസിയും ഒരു യുക്തിവാദി പറയുകയില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജബ്ബാർ മാഷ് വെറും ഒരു നിരീശ്വരവാദി മാത്രമാണ്, യുക്തിവാദിയാകാനുള്ള പരിശ്രമം പോലും അദ്ദേഹം നടത്തുന്നില്ല എന്ന്. സത്യം പറയാലോ, ജബ്ബാർ മാഷിൻ്റെ മാത്രമല്ല, ഇസ്രായേലിൻ്റെയും ഇസ്രായേലരുടെയും ചരിത്രം പറയാൻ വരുന്ന എല്ലാ നിരീശ്വരവാദികളുടെയും ഗതികേടാണിത്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം അവർക്ക് പറയണമെങ്കിൽ ബൈബിളിലേക്ക് പോയാലേ പറ്റുകയുള്ളൂ. പക്ഷെ ബൈബിളിൽ നിന്ന് ഇസ്രായേൽ ജനതയുടെ ചരിത്രം പറയാൻ പോയാൽ വേറെ വിധത്തിൽ ഇവർ പെടും. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതിവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയാണ് ജബ്ബാർ മാഷ് വളരെ ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഒരു തമ്പനയിലും ഡിസ്ക്രിപ്ഷനും ഇട്ടത്. ഇസ്രായേലരുടെ ചരിത്രമല്ല ഞാൻ പറയുന്നത്, കഥയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഏത് പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, കഥയല്ലേ, കഥ ഏത് പുസ്തകത്തിൽ നിന്നും എടുക്കാം. അതിപ്പോൾ ബാലരമയെന്നോ ബാലമംഗളത്തിൽ നിന്നോ എടുക്കാം, അതല്ല ഇനി ബൈബിളിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, എവിടെ നിന്ന് എടുക്കാം, കഥയാണെന്ന് പറഞ്ഞാൽ മതി. ബൈബിളിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ വെറും കഥകളാണെന്ന് അടിച്ചു വിട്ടാൽ മതി, കാര്യം തീർന്നു, കഥയാണ്. അപ്പോൾ ബൈബിളിലുള്ളതെല്ലാം വെറും കഥകളാണെന്ന് പറയുന്നവർക്ക് ബിബ്ലിക്കൽ ആർക്കിയോളജിയെക്കുറിച്ച് കാൽക്കാശിൻ്റെ വിവരമില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇവിടെ അതിനേക്കാളും വലിയ വേറൊരു പ്രശ്നമുണ്ട്. അതെങ്ങനെ നിങ്ങൾ പരിഹരിക്കും? ഇന്ന് നമ്മുടെ മുമ്പാകെയുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അയൽവക്കത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ സംഘർഷം പുകയുന്നുമുണ്ട്. അതിന്ന് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള അതിഗൗരവമായ ഈ പ്രശ്നത്തിൻ്റെ പുറകിലെ കാരണങ്ങളെക്കുറിച്ച്, അതായത് ഈ 21-ാം നൂറ്റാണ്ടിലും ലോക സമാധാനത്തിന് ഭീഷണിയായ ഈ പ്രശ്നത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളത് ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കേണ്ടത്, അതോ കഥകളുടെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കേണ്ടത്? ഒരിക്കലും കഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്, ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് സുബോധമുള്ള ഏതൊരാളും പറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ ജബ്ബാർ മാഷ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? കഥകൾ ഒഴിവാക്കിയിട്ട് ചരിത്ര പുസ്തകങ്ങൾ വെച്ച് സംസാരിക്കണം. അതായത് കഥകളെന്ന് അദ്ദേഹം ആരോപിക്കുന്ന ബൈബിൾ ഒഴിവാക്കിയിട്ട് ബൈബിളിന് പുറത്തു നിന്ന് ഇസ്രായേലരുടെ ചരിത്രം എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കണം. ബൈബിളിനെ ഒഴിവാക്കിയിട്ട് ഇസ്രായേലരുടെ ചരിത്രം എടുക്കാൻ വേണ്ടി ഇദ്ദേഹം പോകേണ്ടത് എങ്ങോട്ടാണെന്നറിയാമോ? ബിബ്ലിക്കൽ ആർക്കിയോളജിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ബിബ്ലിക്കൽ ആർക്കിയോളജീനെ ബേസ് ചെയ്ത് എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് പോകണം. ഈ ബിബ്ലിക്കൽ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബൈബിൾ വിശ്വാസികൾ മാത്രമേ ഗവേഷണം നടത്തുന്നുള്ളൂ എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ബൈബിൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ പ്രദേശങ്ങളിൽ ഉത്ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികളായ പുരാവസ്തു ഗവേഷകർ ഇഷ്ടം പോലെയുണ്ട്. അവരുടെ ഗവേഷണ ഫലങ്ങളും ബിബ്ലിക്കൽ ആർക്കിയോളജി എന്ന ശാസ്ത്രശാഖയ്ക്കകത്താണ് വരുന്നത്. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭൂപ്രദേശങ്ങളുണ്ടല്ലോ, ആ ഭൂപ്രദേശങ്ങളിൽ ഉത്ഖനനം നടത്തിയിട്ട് കിട്ടുന്ന എവിഡൻസുകൾ, ബൈബിൾ സംബന്ധമായ എവിഡൻസുകൾ, ആ കാര്യങ്ങളെയൊക്കെയാണ് ബിബ്ലിക്കൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. അല്ലാതെ അത് ബൈബിൾ വിശ്വാസികളായ ആളുകൾ ബൈബിൾ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ആർക്കിയോളജിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പലർക്കും അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നിരീശ്വരവാദികളായ ആളുകളും ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ബൈബിൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ നിരീശ്വരവാദികളായ പുരാവസ്തു ഗവേഷകർക്കും ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉറപ്പിക്കാൻ സഹായിക്കുന്നവ മാത്രമാണ്. ഈ ബിബ്ലിക്കൽ ആർക്കിയോളജിയിൽ നിന്ന് ഇസ്രായേലരുടെ ചരിത്രം അത്ര വ്യക്തമായിട്ടല്ലെങ്കിലും ഏകദേശം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ജബ്ബാർ മാഷ് ഇസ്രായേലരുടെ ചരിത്രം പറയാൻ വേണ്ടി ബൈബിളിനെ ഒഴിവാക്കിയിട്ട് ബിബ്ലിക്കൽ ആർക്കിയോളജിയുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇസ്രായേലരുടെ ചരിത്രം പറഞ്ഞെന്ന് വെച്ചോ, അതോടെ ഈ നിരീശ്വരവാദികൾ വലിയൊരു കുഴിയിൽ ചെന്ന് വീഴുകയാണ്. കാരണം ഈ ബിബ്ലിക്കൽ ആർക്കിയോളജിയുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് ഇസ്രായേലരുടെ ചരിത്രം എന്താണോ ജബ്ബാർ മാഷ് പറയുന്നത്, അതേ ചരിത്രം അതിനേക്കാൾ വ്യക്തതയോടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എടുത്തുകൊണ്ട് വരും.
എന്നിട്ട് ജബ്ബാർ മാഷോട് ചോദിക്കും, ആർക്കിയോളജി പ്രൂവ് ചെയ്തിരിക്കുന്ന ഇസ്രായേലിയരുടെ ചരിത്രം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു, അതേ കാര്യം അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയോടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അതൊക്കെ കെട്ടുകഥകളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാകാം? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഈ ജെറീക്കോ എന്ന് പറയുന്ന പട്ടണമുണ്ട്. യെരിഹോ എന്ന് സത്യവേദ പുസ്തകത്തിലും ജെറീക്കോ എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ഈ പട്ടണം, ആ പട്ടണത്തിൻ്റെ കാര്യം എടുക്കാം. ഒരു കാലത്ത് ഈ ബിബ്ലിക്കൽ ആർക്കിയോളജിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജെറീക്കോ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റായ കാര്യമാണെന്നായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെറീക്കോ പട്ടണം ഉത്ഖനനം ചെയ്തപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു നാശത്തിൻ്റെ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. ഈ യോശുവയുടെ പുസ്തകത്തിൽ ഈ ജെറീക്കോ തകർക്കപ്പെടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്, ഇസ്രായേൽ തകർക്കുന്ന കാര്യം, അതിനെ ചുട്ട് കളഞ്ഞതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള തെളിവുകളൊന്നും ഈ ജെറീക്കോ പട്ടണത്തിൽ നിന്ന് ലഭിച്ചില്ല. ഒരു കുഴിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ജെറീക്കോ പട്ടണത്തിൻ്റെ നാശം വെറും കെട്ടുകഥയാണെന്നാണ് ഒരു കാലത്ത് ആർക്കിയോളജിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെന്താണ് അവർ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യെരിക്കോ പട്ടണം 2 ഉണ്ടായിരുന്നു. ജെറീക്കോ എന്ന് പറയുന്നത് 2 പട്ടണങ്ങളുണ്ടായിരുന്നു, പഴയ യെരിഹോയും പുതിയ യെരിഹോയും. അതായത് നമ്മളിപ്പോൾ ന്യൂഡൽഹി എന്നും ഓൾഡ് ഡൽഹി എന്നൊക്കെ പറയുന്നത് പോലെ 2 പട്ടണങ്ങളുണ്ടായിരുന്നു. ഈ പഴയ യെരിഹോയെ യോശുവ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു ശബ്ദം ചെയ്യുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ ശബ്ദം കാണാം. അതിങ്ങനെയാണ്: ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. യോശുവ 6:26. പിന്നീട് നൂറ്റാണ്ടുകളോളം ഈ യെരിഹോ പട്ടണം ശൂന്യമായി കിടന്നു. അതൊക്കെ കഴിഞ്ഞ് ഇസ്രായേലിൽ രാജവംശം വന്നു, രാജഭരണമൊക്കെ വന്നു. അപ്പോൾ ഉമ്രിയുടെ മകനായ ആഹാബ് എന്ന് പറയുന്ന ആൾ രാജാവായിരിക്കുന്ന സമയത്ത് ബേഥേലുകാരനായ ഹീയൽ എന്നൊരുവൻ്റെ നേതൃത്വത്തിൽ ഈ യെരിഹോ പട്ടണം വീണ്ടും പണിതു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 34-ൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കാലത്ത് ബേഥേലിനായ ഹീയൽ യെരിഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. 1 രാജാക്കന്മാർ 16:34. പഴയ യെരിഹോ പട്ടണം നിന്നിരുന്ന ഇടത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഹീയൽ പുതിയ യെരിഹോ പട്ടണം പണിതത്. അവിടെ പുതിയ പട്ടണത്തിൽ ആൾതാമസം ഉണ്ടായി. പതുക്കെ ഈ പഴയ യെരിഹോ പട്ടണം അത് തകർന്നു പോയിരുന്നതാണ്, അതിനെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിരുന്നു. പിന്നീട് മറ്റു പല ഇതൊക്കെ ആയിട്ട് അത് മണ്ണിനടിയിലേക്ക് പോയി. പിന്നെ ആ പ്രദേശത്ത് വീണ്ടും ഒരു നഗരമൊക്കെ ഉണ്ടായി വന്നു. അതായത് ഈ പുതിയ യെരിഹോ പട്ടണമുണ്ട്, പിന്നെ പഴയ യെരിഹോ നിന്നിരുന്ന സ്ഥലത്ത് വേറെ ഒരു യെരിഹോ പട്ടണം. അങ്ങനെ 2 യെരിഹോകൾ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ അവിടെ, അതായത് AD 1-ാം നൂറ്റാണ്ടിലൊക്കെ 2 യെരിഹോ പട്ടണമുണ്ട്. പഴയ യെരിഹോയും പുതിയ യെരിഹോയായിട്ട് 2 യെരിഹോ പട്ടണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് റോമാക്കാരുടെയും പാർസികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ആക്രമണ ഫലമായിട്ട് ഈ പ്രദേശങ്ങളിൽ പിന്നെ ആൾതാമസമൊന്നുമില്ലാതെ ഈ 2 പട്ടണങ്ങളും മണ്ണിനടിയിലായി ഒന്നുമില്ലാതെ അങ്ങ് പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ആർക്കിയോളജിക്കാർ വന്നിട്ട് ഈ യെരിഹോ പട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉത്ഖനനം ചെയ്തത് ഈ പുതിയ യെരിഹോ പട്ടണമായിരുന്നു. 2 യെരിഹോ ഉണ്ടെന്നുള്ളത് ആ കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് പുരാവസ്തു ഗവേഷകർ മനസ്സിലാക്കിയെടുക്കുന്നത് 2 യെരിഹോ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അന്ന് അവർ നോക്കുന്ന സമയത്ത് ഈ യെരിഹോ എന്ന് പറയുന്ന സ്ഥലം അവർ ഉത്ഖനനം ചെയ്തപ്പോൾ ഇത് ചുട്ട് കളഞ്ഞിട്ടില്ല, ഒന്നുമില്ല, തകർന്നു പോയിട്ടുണ്ട്, പക്ഷേ ചുട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഇത് ജോഷുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല യെരിഹോ നശിപ്പിക്കപ്പെട്ടത്, വേറെ വിധത്തിലാണെന്ന്. എന്നാൽ പിന്നെയും കുറേ നാൾ കൂടി കഴിഞ്ഞപ്പോൾ ഈ പഴയ യെരിഹോ പട്ടണത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയം ചെയ്ത് അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന യെരിഹോ പട്ടണം കണ്ടെത്തി. കനാൻ ദേശത്തുണ്ടായിരുന്ന ഏതൊരു പട്ടണത്തെക്കാളും ഉയരവും വീതിയും ഉറപ്പുമേറിയ 13 അടിക്ക് മുകളിൽ ഉയരമുള്ള ചുറ്റുമതിൽ ആ നഗരത്തിന് ഉണ്ടായിരുന്നു. അതിൽ നിശ്ചിത അകലം വിട്ട് 28 അടി ഉയരമുള്ള നിരീക്ഷണ ഗോപുരങ്ങളുണ്ടായിരുന്നു. കനാൻ പ്രദേശത്ത് ഇതുവരെ നടത്തിയ ഉത്ഖനനങ്ങളിൽ ഈ കനാന്യരുടെ വേറെ ഒരു പട്ടണത്തിനും ഇത്ര ശക്തിമത്തായ നഗരമതിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. യെരിഹോയ്ക്ക് ചുറ്റുമുള്ള മതിൽ അങ്ങനെ തന്നെ നഗരത്തിനകത്തേക്ക് മറിഞ്ഞു വീണ് കിടക്കുകയാണെന്നും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മതിൽ പുറത്തേക്കല്ല വീണത്. കാരണം പുറത്തുനിന്ന് പറഞ്ഞാൽ ഈ മതിലിൻ്റെ ചുറ്റുമായിട്ട് ഇസ്രായേൽ ജനം മുഴുവനും ഉണ്ട്, ഇസ്രായേൽ സൈനികർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് മതിൽ പുറത്തേക്കാണ് വീഴുന്നതെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുകളിലേക്ക് ഈ മതിൽ വീഴുമായിരുന്നു. അങ്ങനെയല്ല വീണത്, മതിൽ വീണത് അകത്തേക്കാണ്. ഈ ജനത്തിന് അവിടെയുള്ള താമസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ നഗരത്തിനകത്തേക്ക് അവിടെയുള്ളവരുടെ നേരെയാണ് വീണത്. ആ മതിലിൻ്റെ മുകളിൽ കൂടെ ഇസ്രായേൽ ജനം പിന്നെ അകത്തേക്ക് കടന്ന് അവിടെ
നശിപ്പിക്കാനുണ്ടായത്. അപ്പം അങ്ങനെ ഈ ഉത്ഖനനത്തിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിഹോയ്ക്ക് ചുറ്റുമുള്ള ഈ മതിൽ അങ്ങനെ തന്നെ നഗരത്തിനകത്തേക്ക് മറിഞ്ഞ് വീണ് കിടക്കുകയും പിന്നെ നഗരം മുഴുവൻ തീ വെച്ച് ചുട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുമൊക്കെയാണ് ഉത്ഖനനത്തിൽ കണ്ടെത്തിയത്. പണ്ടുകാലത്ത് ഇതുപോലെ ശക്തമായ പ്രതിരോധ സജ്ജീകരണങ്ങളോടുകൂടിയ മതിലുകളുള്ള നഗരങ്ങൾ തകർക്കപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എരിഹോ തകർക്കപ്പെട്ടതുപോലെയല്ല. ശത്രുക്കൾ ഇതിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തും. കാരണം ഇത് ശക്തിമത്തായിട്ട് മതിലെല്ലാം ഉള്ളതുകൊണ്ട് മതിലുണ്ട്, പിന്നെ അതിൻ്റെ ഗോപുരങ്ങൾ, നിരീക്ഷണ ഗോപുരങ്ങളുണ്ട്, നല്ല ബലമുള്ള വാതിലുകൾ, കോട്ട വാതിലുകൾ, അങ്ങനെ അല്ലെങ്കിൽ ഗോപുര വാതിലുകൾ ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അകത്ത് കടക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവരിതെല്ലാം അടച്ച് ഭദ്രമാക്കി കഴിഞ്ഞാൽ ശത്രു എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുറത്ത് ഉപരോധം ഏർപ്പെടുത്തും, സീജ് ഏർപ്പെടുത്തും. അങ്ങനെ ഈ അണ്ടർ സീജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല, പുറത്തേക്ക് പോകാനും പറ്റില്ല, അകത്തേക്ക് വരാനും പറ്റില്ല, അതിനകത്താണ്. അങ്ങനെ ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ കൊല്ലങ്ങളോളമൊക്കെ ഉപരോധം ഏർപ്പെടുത്തും. ഈ നഗരത്തിനകത്ത് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം അവർക്കുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാം. ജലസേചന സൗകര്യവും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലങ്ങളോളം അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാധനം എല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടിണിയാണ്. പട്ടിണി അങ്ങേയറ്റമാകും, മനുഷ്യമാംസം വരെ തിന്നുന്ന ഒരു ഗതിയിലെത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയിലെത്തുമ്പോൾ ആരെങ്കിലും പോയിട്ടത് തുറക്കും, നഗരവാതിൽ തുറന്നു കൊടുക്കും. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചുപോയ മനുഷ്യൻ്റെ മാംസം മറ്റുള്ള മുഴുങ്ങി തിന്നുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിയൊക്കെ കാണുമ്പോൾ ഇതിനേക്കാളും ഭേദം മരിക്കുന്നതാണ്. ശത്രുക്കൾ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, ഇനിയിപ്പോൾ കൊല്ലാതെ അടിമയായിട്ട് പിടിക്കുകയാണെങ്കിൽ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഈ എല്ലും തോലുമായ അവസ്ഥയിൽ പോയിട്ട് ഈ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അവരകത്ത് കിടന്നിട്ട് ചിലപ്പോൾ ഇവരെ അടിമകളാക്കി പിടിക്കും, കൊല്ലുകയില്ല. ചിലപ്പോൾ പക്ഷേ കൊന്നൊന്നും വരാം. അത് കഴിഞ്ഞിട്ട് ചില സമയത്ത് ഈ നഗരം മുഴുവൻ ഇടിച്ച് നിരത്തി കൽക്കൂമ്പാരമാക്കി ശത്രുക്കൾ പോകും. ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല, അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ നഗരത്തിലുള്ളവരൊക്കെ ഇവിടുന്ന് മാറ്റും, എന്നിട്ട് ഇവരുടെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ കുടിപാർപ്പിച്ച് അത് അവരുടെ നഗരമാക്കി മാറ്റും. ഇങ്ങനെയൊക്കെയാണ് ആ കാലത്ത് അവിടെ നിന്ന് ചെയ്തിരുന്നത്, എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്തിരുന്നത്. എന്നാൽ എരീഹോയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. അതിന് നേരെ ഉപരോധമൊന്നും വന്നിട്ടില്ല. ഈ ധാന്യങ്ങൾ നിറച്ചു വെച്ചിരുന്ന ധാരാളം ഭരണികൾ പല വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. ഉത്ഖനനം നടത്തി കഴിഞ്ഞപ്പോൾ, താഴേക്ക് കുഴിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ധാന്യങ്ങൾ നല്ല ഭദ്രമായി അടച്ച് വെച്ചിരിക്കുന്ന ഭരണികൾ, ധാന്യങ്ങളൊക്കെ ഇട്ടടച്ചു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ആ ധാന്യങ്ങൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ മാസങ്ങളോളമുള്ള ഉപരോധമാണെങ്കിൽ അതെല്ലാം കാലിയായി പോകുമായിരുന്നു, അങ്ങനെയുള്ളതൊക്കെ കാലിയായി പോകും. പക്ഷെ ഇത് കാര്യമായിട്ടില്ല, അതിനകത്തെല്ലാം ഈ ധാന്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷമുള്ള നശിപ്പിക്കലല്ല, പെട്ടെന്നുള്ളൊരു ആക്രമണവും നശിപ്പിക്കലുമായിരുന്നു എരീഹോയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാണ്. അപ്പോൾ ഇത് യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങളോട് യോജിക്കുന്നതുമാണ്. അപ്പോൾ ഈ പുരാതന കനാനിലെ മറ്റേതൊരു പട്ടണത്തെക്കാളും ഉറപ്പേറിയ എരീഹോ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിരീശ്വരവാദികൾ എന്താണോ പറയുന്നത് അതേ കാര്യം അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. ആരാണ് എരീഹോ പട്ടണത്തെ നശിപ്പിച്ചതെന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്ന് മനസ്സിലാകില്ല. ആ പട്ടണം അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ളൊരു ആക്രമണത്താൽ നശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ആ പട്ടണത്തിന് നേരെ അങ്ങനെ അപ്രതീക്ഷിതമായൊരു ആക്രമണം വന്ന് അത് നശിപ്പിക്കപ്പെട്ടത് എന്ന് ആർക്കിയോളജിയിൽ പറയാൻ പറ്റുകയില്ല. പക്ഷെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ആരാണ് അത് നശിപ്പിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് അതിനെ നശിപ്പിച്ചതെന്നുള്ളത് കൂടി ഞങ്ങൾ പറയും. ഈ രണ്ടാമത്തെ കാര്യം അത് നിരീശ്വരവാദികൾക്ക് നല്ല ഒരുമാതിരി ടീമുകൾക്ക് മനസ്സിലായിട്ടില്ല. ദൈവം ചുമ്മാ പോയി അങ്ങ് കൊല്ലാൻ പറഞ്ഞെന്ന് അവരുടെയൊക്കെ വിചാരം. അങ്ങനെയൊന്നുമല്ല, കൃത്യമായ കാരണമുണ്ട്, കൃത്യമായ കാരണം. ഇന്ന് ഈ ആധുനിക കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ഇവിടെയുള്ള ഇന്നത്തെ ഏത് പരിഷ്കൃത സമൂഹത്തിലുള്ള നിയമവ്യവസ്ഥ വെച്ച് നോക്കിയാലും കൊല്ലപ്പെടേണ്ടവരായിരുന്നു അവിടെയുള്ള ജനതകൾ. കാരണം അവിടെയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് വേറെ ആരെങ്കിലും ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ നിരീശ്വരവാദികളൊക്കെ കമൻസ് ഇഷ്ടം പോലെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, കൊന്നു കളയണം എന്നും പറഞ്ഞിട്ട്. മനസ്സിലായ? അതും മതത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട, ഇഷ്ടം പോലെ പറയും, കൊന്നു കളയണം തന്നെ. ഉമ്മാർ എത്രയോ പ്രാവശ്യം കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത കുറേ ഹീനകൃത്യങ്ങളുണ്ട്. കനാന്യർ മൊത്തം ചെയ്ത ഹീനകൃത്യങ്ങൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അത് ചുമ്മാ ഒന്നുമല്ല, ദൈവം കൃത്യമായിട്ട് അത് പട്ടികയിട്ട് പറയുന്നുണ്ട്. ഇന്ന കുറ്റങ്ങൾ അവർ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് അവരുടെ മേൽ ന്യായവിധി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായി? അപ്പോൾ ഞങ്ങളത് വ്യക്തമായിട്ട് പറയും ആരാണ് ഈ എരീഹോ പട്ടണത്തെ നശിപ്പിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് അതിനെ നശിപ്പിച്ചതെന്നുള്ളത് ഞങ്ങൾ പറയും. അപ്പോൾ ഇതിന് ഈ ആർക്കിയോളജിയുടെ അടിസ്ഥാനത്തിൽ അവ്യക്തമായിട്ട് ജബ്ബാർ മാഷും കൂട്ടരും പറയുന്നത് സത്യവും അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയുന്നത് സത്യവും അതേ കാര്യം കുറച്ചുകൂടെ വ്യക്തമായി ബൈബിളിൽ പറയുന്നത് കെട്ടുകഥയും ആകുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാകുന്നത്? അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ നിരീശ്വരവാദികൾക്ക് ഉത്തരമുണ്ടാകില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ബൈബിളിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇസ്രായേലിൻ്റെ ചരിത്രം മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ആർക്കിയോളജിയുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവർ പറയുന്നു
ആർക്കിയോളജീനെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ബൈബിളിൽ നിന്ന് മാത്രം ഇവർ പറഞ്ഞ അതേ കാര്യം തന്നെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞങ്ങൾ ബൈബിളിൽ നിന്നും പറയുന്നു. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് സത്യവും ഞങ്ങൾ പറയുന്നത് കെട്ടുകഥയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ലോജിക്ക് എന്താണ്? മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് മാഷ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മാഷ് പറയുന്നു, അതേ കാര്യം ഞങ്ങൾ ബൈബിളിൽ നിന്ന് പറയുമ്പോൾ അത് നുണയാണെന്നും പറയുന്നു. ഇതെങ്ങനെ ശരിയാവും മാഷേ? അപ്പോൾ ഇത് ഞങ്ങൾ ചോദിക്കുമ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധിയിൽ ഇവർ ചെന്നപ്പെടുന്നത്. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ബുദ്ധിപൂർവ്വം ജബ്ബാർ മാഷ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത്, ഇസ്രായേലിൻ്റെ ചരിത്രം, ഇസ്രായേലിയുടെ കഥ എന്ന്. അതായത് ആ രാജ്യത്തിൻ്റെ ചരിത്രം, പക്ഷേ ആ രാജ്യത്തിനകത്തുള്ള ജനതയുടെ കാര്യം വരുമ്പോൾ അത് ചരിത്രമല്ല, അത് കഥയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിയുടെ കാര്യം പറയാം, ബൈബിൾ എടുക്കാം. കാരണം കഥയല്ലേ പറയുന്നത്, ബൈബിൾ ഒരു കഥാപുസ്തകമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഒരു ലോജിക്കൽ ഫാലസിയാണെന്നുള്ള കാര്യം ജബ്ബാർ മാഷിന് മനസ്സിലായിട്ടില്ല. കഥാപുസ്തകത്തിൽ ചരിത്രം ഉണ്ടാകില്ല, കഥ മാത്രമേ ഉണ്ടാകൂ. ഇസ്രായേലിലും ചുറ്റുപാടും ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ കാരണങ്ങൾ വിവരിക്കാൻ അദ്ദേഹം ചരിത്രമല്ല പറയുന്നത്, കഥകളാണ്. കഥകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വിശദീകരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് സാധിക്കുക? അത് കഥകൾ പറഞ്ഞുകൊണ്ട്, ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അത് പറയേണ്ടത്. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ന ഇന്ന ചരിത്ര വസ്തുതകളാണ് എന്നാ പറയേണ്ടത്, അല്ലാതെ ഇന്ന ഇന്ന കഥകളാണെന്നല്ല. ജബ്ബാർ മാഷിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിലെ കമൻസ് കുറേ ഞാൻ വായിച്ചു നോക്കി. യുക്തിവാദികളെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നവരിൽ ഒറ്റ ഒരുത്തം പോലും ഈ യുക്തിരാഹിത്യം അവിടെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ കണ്ടില്ല കമൻറ്റ് ബോക്സിൽ. എന്നാൽ യുക്തിവാദി എന്നുള്ള വിളിയാണ് ബാക്കി. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാറാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ യുക്തിവാദി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. കഷ്ടമെന്നല്ലാതെ വേറെ എന്ത് പറയാനാണ്? ജബ്ബാർ മാഷിൻ്റെ വീഡിയോയ്ക്കുള്ള മറുപടി ദൈവം അനുവദിച്ചാൽ പുറകെ തരുന്നുണ്ട്. ആ വീഡിയോയുടെ തമ്പനയിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള യുക്തിരാഹിത്യം കണ്ടപ്പോൾ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ആ വീഡിയോയ്ക്കകത്തേക്ക് ഞാൻ ഇപ്പോൾ കയറിയിട്ടില്ല. ഇപ്പോൾ കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വിൻസെൻറ്റിനും സജി മാർക്കോസിനും മറുപടി പറയാനുള്ളതുണ്ട്. അവർക്കുള്ള മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജബ്ബാർ മാഷിനുള്ള മറുപടി പുറകെ തരാം. നമുക്കിനി ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കിടക്കാം. പി ജെ വിൻസെൻറ്റിന് നമ്മളിപ്പോൾ 2 വീഡിയോ ആയിട്ട് മറുപടി കൊടുത്തല്ലോ, അതിൻ്റെ ബാക്കി അത് നമുക്കിപ്പോൾ നോക്കാം. ഈ പി ജെ വിൻസെൻറ്റും പാസ്റ്റർ അനിൽ കുടിത്തോട്ടവും തമ്മിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലുള്ള ഒരു സംവാദം നടത്തിയത് ഞാൻ കുറേ കണ്ടിരുന്നു. ഒരു സംവാദം നടത്താൻ പറ്റിയ വ്യക്തിയല്ല വിൻസെൻ്റ് എന്ന് എനിക്ക് അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു സംവാദകന് വേണ്ട ക്ഷമയോ സഹിഷ്ണുതയോ വിൻസെൻറ്റിനില്ല. ഇസ്രായേലിലെയും പലസ്തീനിലെയും കാര്യം പറയുമ്പോൾ വിൻസെൻറ്റിന് കേരളത്തിലുള്ള പാസ്റ്റർമാരെയും അച്ഛന്മാരെയും ചീത്ത വിളിക്കാം, പെന്തക്കോസ്തുകാരെ കളിയാക്കുകയും ചെയ്യാം. എതിർ സംവാദകൻ അതെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കണം. പക്ഷേ അതിനുള്ള മറുപടി എതിർ സംവാദകൻ പറഞ്ഞ വിൻസെൻ്റ് അപ്പം ചൂടാകും. അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് എതിർ സംവാദകനോട് പറയും. ഇസ്രായേലിലെയും പലസ്തീനിലെയും കാര്യം പറയാൻ പറ്റുമെങ്കിൽ മാത്രം സംവാദം നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സംവാദം നിർത്താം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പി ജെ വിൻസെൻറ്റിന് സുഖിക്കുന്ന രീതിയിലുള്ള വർത്തമാനം കേൾക്കാനാണോ സംവാദത്തിന് വന്നത്? സത്യം പറഞ്ഞാൽ വിൻസെൻറ്റിന് ഉണ്ടെന്ന് പറയപ്പെടുന്ന PhD കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിൻ വഴിയെങ്ങാനും കിട്ടിയ PhD ആണോ അതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് പി ജെ വിൻസെൻ്റ് അവിടെ കാഴ്ചവെച്ചത്. ഏതായാലും നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി വിൻസെൻ്റ് പറഞ്ഞ ക്ലിപ്പ്, പഴയ വീഡിയോയിൽ നമ്മൾ കേട്ടല്ലോ, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ട ക്ലിപ്പ് തന്നെയാണ്. ആ ക്ലിപ്പ് ഒന്നുകൂടി നമുക്ക് കേട്ടു നോക്കാം. പക്ഷെ പലസ്തീനികൾ നേരെ തിരിച്ചാണ്. അവര് എല്ലാവരോടും സൗഹൃദമാണ്. അവർക്കാകെ അവരുടെ പ്രാന്തവൽക്കരണവും ഭൂമി നഷ്ടപ്പെട്ടതും അഭയാർത്ഥികളായി കഴിയുന്നതുമായിട്ടുള്ള സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങൾക്കൊപ്പം വളരെ ഉയർന്ന ജനാധിപത്യ ബോധവും പരമപ്രധാനമായിട്ടുള്ളത് അവരുടെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് തന്നെയാണ്. ലോകം ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടാവണം എന്നതിനപ്പുറത്തേക്ക് ലോകത്തിലെ വിമോചന പ്രസ്ഥാനങ്ങളോടൊക്കെ ഐക്യപ്പെടുന്ന ഒരു മനോഭാവം കൂടി പലസ്തീനികളുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈനംദിനം ഒരു കീഴടക്കപ്പെട്ട ജനതയുടെ പ്രതിരോധത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സ്വന്തം അനുഭവങ്ങളോട് മാത്രമല്ല ലോകത്തിലെ മറ്റിതര ജനങ്ങളുടെ വിമോചന പ്രസ്ഥാനത്തോടും ആശയങ്ങളോടും കൂടി ഐക്യപ്പെടുന്ന ഒരു ചിന്തയും മനോഭാവവും പലസ്തീനികളുടെ സമീപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫലസ്തീനിൽ തന്നെ 10% ആളുകൾ മുസ്ലിമുകളല്ല, ക്രിസ്ത്യാനികളാണ്, പലസ്തീനിയൻ ക്രിസ്ത്യൻസ് ആണ്. യഥാർത്ഥത്തിൽ പലസ്തീൻ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പലസ്തീൻ ദേശീയ പ്രസ്ഥാനം മാത്രമല്ല, അറബ് ദേശീയതയുടെ തന്നെ തുടക്കം പലസ്തീൻ ഈ അറബ് മുസ്ലിംസിന്റെ ഇടയിൽ നിന്നാണ്. ഇപ്പം ബാത്ത് അറബ് ദേശീയ പ്രസ്ഥാനം നമുക്കറിയാം. അതിന്റെ എല്ലാം സൈദ്ധാന്തിക അടിത്തറ പാകിയത് മീഷേൽ അഫ്ലാഖ് എന്ന പേരായ അറബ് ക്രിസ്ത്യനാണ്. PLO സ്ഥാപിച്ചത് ജോൺ ഹബാഷ, അദ്ദേഹം ഒരു പലസ്തീനിയൻ ക്രിസ്ത്യനാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു മിക്സഡ് പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത്.
അപ്പൊ പലസ്തീനകത്തേക്ക് വെസ്റ്റ് ബാങ്കിലും ഇപ്പൊ ഗാസയിലൊക്കെ ചെന്നാൽ അതിന്റെ ഉള്ളിലകത്ത് അവര് പലസ്തീനിയൻ എന്ന ഐഡന്റിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം ജൂതന്മാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരും പലസ്തീനികളായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. അവർ പണ്ട് മുതലേ അവിടെ താമസിച്ചു വന്നവരുടെ തലമുറയാണ്. അവർക്ക് സയനിസ്റ്റ് ആശയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരും പലസ്തീനിയൻ ദേശീയതയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. പലസ്തീനികളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് വിൻസെന്റ് പറഞ്ഞ തള്ളിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നാം പരിശോധിച്ച് നോക്കിയതാണല്ലോ രണ്ടാമത്തെ വീഡിയോയിൽ. അത് ഒഴിവാക്കിയാൽ പിന്നെ വിൻസെന്റ് ഇവിടെ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. തങ്ങൾക്കൊരു രാജ്യം ഉണ്ടാകണം എന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിലെ വിമോചന പ്രസ്ഥാനങ്ങളോടെല്ലാം ഐക്യപ്പെടുന്ന മനോഭാവം പലസ്തീനികളുടെ ചിന്തയിലും മനോഭാവത്തിലും പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് വിൻസെൻ്റ് ആദ്യം പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിലെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പലസ്തീനിൽ തന്നെ 10% ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവരെല്ലാം പലസ്തീനിയൻ ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് അവിടെ കഴിയുന്നത്. അവർ പലസ്തീൻ ദേശീയതയുടെ ഭാഗമാണെന്നാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. വിൻസെൻ്റ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളുടെയും സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇസ്ലാമിക തീവ്രവാദികളോടെ ഐക്യപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാം. അല്ലാതെ ലോകത്തിലെവിടെയെങ്കിലുമുള്ള കാഫിറുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ ഐക്യപ്പെടാൻ ഇസ്ലാമിക തീവ്രവാദികൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അടിമയായ കാഫിറായാലും ഉടമയായ കാഫിറായാലും ഒരു ഇസ്ലാമിക തീവ്രവാദിയെ സംബന്ധിച്ച് അവൻ കാഫിറാണ്, അത്രയേ ഉള്ളൂ. നമ്മളൊന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലെന്നാണ് വിൻസെൻറ്റിൻ്റെ വിചാരം. ഇസ്രായേലിനെ ആക്രമിക്കുന്ന പലസ്തീനിന് പുറത്തുള്ള ഹിസ്ബുള്ളയെ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി എന്തെങ്കിലും ഐക്യം അവർക്കുണ്ടെങ്കിലായി. അതല്ലാതെ വേറെ ഒരു കൂട്ടരുമായി അവർ ഐക്യപ്പെടുകയില്ല. പുറമേ ഉള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ, പലസ്തീനിനകത്ത് തന്നെ പലസ്തീൻ വിമോചനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ പൊരുതുന്ന ഭീകരവാദ സംഘടനകൾ കുറേ ഉണ്ട്. ഒന്നും രണ്ടും അല്ല. നമുക്ക് ഹമാസിനെയും PLO ഒക്കെ അറിയുള്ളൂ എന്ന് വെച്ചിട്ട് ഒന്ന് രണ്ടൊന്നും അല്ല, വേറെയും കുറേ ഉണ്ട്. ഞാൻ ചിലതിൻ്റെ പേര് പറയാം. ഒന്നാമത്തേത് ഹമാസ്, ഹർക്കത്തൽ മുഖാവാമ അൽ ഇസ്ലാമിയ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഹമാസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് PLO, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യാസർ അറഫാത്തൊക്കെ അതിൻ്റെ നേതാവായിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന. മൂന്നാമത്തേത് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയാണ്. യഹൂദന്മാർക്കെതിരെ ജിഹാദ് നടത്താൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ സംഘടനയാണിത്. അവരത് തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജിഹാദ് എന്ന് തന്നെ പേരിട്ടത്, ഇസ്ലാമിക് ജിഹാദ് എന്ന് തന്നെ പേരിട്ടത്. അടുത്തത് നാലാമത്തേതെന്ന് പറഞ്ഞാൽ അൽ അക്സ മാർട്ടീഴ്സ് ബ്രിഗേഡാണ്. ഇസ്രായേലുമായി ഓസ്ലോ കരാർ ഒപ്പിട്ടതിൻ്റെ പേരിൽ അറബ് രാജ്യങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ യാസർ അറഫാത്ത് 2000-ൽ ഉണ്ടാക്കിയതാണ് ഈ അൽ അക്സ മാർട്ടീഴ്സ് ബ്രിഗേഡ്. ഇസ്രായേലിനകത്ത് ധാരാളം ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയത് ഈ ഭീകര സംഘടനയാണ്, അൽ അക്സ മാർട്ടീഴ്സ് ബ്രിഗേഡാണ്. പിന്നെ ഉള്ളത് വേറെ PRC എന്നറിയപ്പെടുന്ന പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒന്നാണ് PRC. പിന്നെ DFLP എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന് പറയുന്ന DFLP. പിന്നെ PFLP എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന് പറയുന്ന PFLP ഉണ്ട്. പിന്നെ PFLP GC എന്ന് പറയുന്ന, അതായത് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ ജനറൽ കമാൻഡ് എന്ന് പറയുന്ന PFLP അതുമുണ്ട്. പിന്നെ ഹർക്കത്തുൽ സബറീൻ എന്ന് പറയുന്ന ഷിയാകളുടെ ഒരു ഗ്രൂപ്പാണ്. ഷിയ മുസ്ലിങ്ങൾ ഇസ്രായേലിനെതിരെ തീവ്രവാദം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. അതിന് ഇറാൻ്റെയൊക്കെ ഭയങ്കരമായ സപ്പോർട്ടുണ്ട്. പക്ഷേ രക്ഷയില്ല, മറ്റുള്ളവന്മാർ വളരാൻ സമ്മതിക്കുന്നില്ല. ഈ പറഞ്ഞ ഈ DFLP പിന്നെ PFLP GC എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളാണ്. കമ്മ്യൂണിസ്റ്റ് ഒളിപ്പോരാളികളുടെ ഗ്രൂപ്പ്, ഈ മാവോയിസ്റ്റുകളെ പോലെയൊക്കെയുള്ള ഗ്രൂപ്പാണ്. അവരും വിപ്ലവ പ്രസ്ഥാനം എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. അത് പിളർന്നാണ് ഇങ്ങനെ ഉണ്ടായത്, ഈ കുറേ എണ്ണൊക്കെ വന്നത്. ഇവരുടെ കാര്യം ബഹുരസമാണ്. ഇവർ ആദ്യം ഇസ്രായേലിനെതിരെ ഇങ്ങനെയുള്ള ഇതൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്രായേലിനെതിരെ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെയൊക്കെ ഇട്ട് നിന്നതാണ്. ഇതിൻ്റെയൊക്കെ സ്ഥാപകർ പലരും ക്രിസ്ത്യാനികളുമാണ്, കമ്മ്യൂണിസ്റ്റ് ഇതിൽപ്പെട്ട ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ. ഇവർ ഈ യഹൂദന്മാർക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഭീകരപ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടായ സമയത്ത് ഇസ്രായേലിനെ ഏറ്റവും ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് സോവിയറ്റ് യൂണിയനാണ്. കാരണം അന്ന് ഈ ഇസ്രായേലിൽ വന്ന യഹൂദന്മാരെന്ന് പറഞ്ഞാൽ കുറേ പേര് ഈ സോവിയറ്റ് യൂണിയനിൽ വന്നവരാണ്. ഗോൾഡ മേയറൊക്കെ സോവിയറ്റ് യൂണിയനിൽ വന്നവരാണ്. സോവിയറ്റ് യൂണിയനിൽ വന്നിരുന്നുകൊണ്ട് അവർ തന്നെ വിചാരിച്ച് ഈ സോവിയറ്റ് ഗവൺമെൻറ്റുമായിട്ടൊരു വിധേയത്വം ഇവർക്കുണ്ടാകുമെന്ന് വിചാരിച്ചു, ഇസ്രായേലികൾക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് സോവിയറ്റ് യൂണിയനാണ് ആദ്യം തന്നെ ഇവർ അംഗീകരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് സോവിയറ്റ് യൂണിയനോട് വിധേയത്വം അവർ കാണിക്കില്ല, സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ആ പ്രദേശത്തുള്ള താല്പര്യങ്ങൾക്ക് ഇവർ നിന്ന് തരില്ല എന്ന് മനസ്സിലായപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ ഇസ്രായേലിനെതിരാകുന്നതും പിന്നെ അറബ് രാജ്യങ്ങളുമായിട്ട് ചേരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുവരേക്കും ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ യഹൂദന്മാർക്കെതിരെ നിന്നാണ്, ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നവരാണ്. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഇതിനെ അംഗീകരിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ഒരു മലക്കം പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ
ഇസ്രായേലിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമില്ല, ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഈ പലസ്തീനികളെന്നും പറഞ്ഞ് ഇവർക്കെതിരെ വിമോചന സംഘടനയൊക്കെ ഉണ്ടാക്കി വന്നവർ സോവിയറ്റ് യൂണിയൻ അംഗീകരിച്ചോ, വന്നാൽ പ്രശ്നമില്ല, ഇസ്രായേൽ അങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ പിന്നെ 60 വർഷത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇവരും മാറി. അതായത് സ്വന്തമായ ഒരു നിലപാടില്ലാത്ത കമ്മികളാണ്, ലോകത്ത് മറ്റെവിടെയുള്ള പോലെയൊക്കെ തന്നെ സ്വന്തമായ ഒരു നിലപാടില്ലാത്ത കമ്മികളാണ് ഈ പലസ്തീനിലുള്ള കമ്മികൾ. ഇന്നത് വളരെ കുറവാണ്, അവർ കമ്മ്യൂണിസ്റ്റുകളൊക്കെ അവിടെ വളരെ കുറവാണ്. ഉള്ള കമ്മികൾ ഇങ്ങനെയാണ്, സ്വന്തമായ നിലപാടില്ലാത്ത ടീമുകളാണ്. അപ്പോൾ ഇതെല്ലാം തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ ഭീകര സംഘടനകൾ, ഇസ്ലാമിക ജിഹാദിന് വേണ്ടിയൊക്കെയുള്ള സംഘടനകളൊക്കെ ആണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ വിമോചന പോരാളികളാണല്ലോ. പലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണല്ലോ അവർ. അങ്ങനെയാണല്ലോ അവർ സ്വയം വിളിക്കുന്നത്. ലോകത്തിലെ മറ്റ് വിമോചന പോരാളികളോടുള്ള ഐക്യദാർഢ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, പലസ്തീനിനകത്തുള്ള ഈ വിമോചന പോരാളികൾ തമ്മിൽ എന്തെങ്കിലും ഐക്യപ്പെടലുണ്ടോ എന്ന് ചോദിച്ചാൽ നഹി എന്നാണ് ഉത്തരം. മനസ്സിലായോ? ഇല്ല. ഇവറ്റകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും ചത്തുമാണ് അവിടെ നിലനിൽക്കുന്നത്. ഒരു കാലത്ത് ഹമാസിൻ്റെ ആളുകളെ എവിടെ കണ്ടാലും PLOയുടെ ആളുകൾ കൊല്ലുമായിരുന്നു. ഗാസയിൽ ഹമാസിന് അധികാരം കിട്ടിയതോടെ സ്ഥിതി നേരെ തിരിഞ്ഞു. ഗാസയിലെ PLOയുടെ ആളുകളെയൊക്കെ ഹമാസ് കൊന്നുകൊടുക്കാൻ തുടങ്ങി. അതിനു മറുപടിയായി വെസ്റ്റ് ബാങ്കിലുള്ള ഹമാസിൻ്റെ പ്രവർത്തകരെ അവിടെയുള്ള PLOയുടെ ആളുകൾ കൊല്ലാൻ തുടങ്ങി. ഹമാസിൻ്റെ സജീവ പ്രവർത്തകരെ മാത്രമല്ല, ഹമാസിന് സംഭാവന കൊടുക്കുന്നുണ്ട് എന്ന് സംശയമുള്ള കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലുള്ളവർ. ഉയർന്നു വരാൻ ശ്രമിക്കുന്ന മറ്റ് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളെ ഈ രണ്ടു കൂട്ടരും ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റ് വിമോചന പ്രസ്ഥാനങ്ങളുമായി ഐക്യപ്പെടാൻ കഴിയാത്ത ഈ ടീംസിനെ കുറിച്ചാണ് വിൻസെൻ്റ് പറഞ്ഞത്. തങ്ങൾക്കൊരു രാജ്യം ഉണ്ടാകണമെന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിലെ വിമോചന പ്രസ്ഥാനങ്ങളോടെല്ലാം ഐക്യപ്പെടുന്ന മനോഭാവം പലസ്തീനികളുടെ ചിന്തയിലും മനോഭാവത്തിലും പ്രവൃത്തിയിലും കാണാൻ സാധിക്കുമെന്ന്. ഇതാരെ പ്രീണിപ്പിക്കാനാണ് ചങ്ങാതി ഇങ്ങനെയൊക്കെ തള്ളുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇത്തരം കള്ളങ്ങൾ പറഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലാതായോ? കളവ് പറയുകയാണെങ്കിൽ പിടിക്കപ്പെടാത്ത രീതിയിലുള്ള കളവ് പറയാൻ ശ്രമിക്കണ്ടേ? ഇത് കുറേ സമയവും ഡാറ്റയും ചിലവാക്കാൻ മനസ്സുള്ള ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന വിവരങ്ങളാണ്. ആ ചിന്ത പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ മിസ്റ്റർ വിൻസെൻ്റ്. അയ്യോ, കഷ്ടമെന്നല്ലാതെ വേറെ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുക? കഷ്ടം തന്നെ. ഇനി നമുക്ക് വിൻസെൻ്റ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം നോക്കാം. പലസ്തീനിൽ തന്നെ 10% ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവരെല്ലാം പലസ്തീനിയൻ ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് അവിടെ കഴിയുന്നത്. അവർ പലസ്തീൻ ദേശീയതയുടെ ഭാഗമാണെന്നാണല്ലോ വിൻസെൻ്റ് പറഞ്ഞത്. പല അഭിമുഖങ്ങളിലും ഈ 10% ക്രിസ്ത്യാനികളുടെ കാര്യം വിൻസെൻ്റ് ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ ജിഹാദികൾക്ക് ഒറ്റുകൊടുക്കുന്ന കുറേയേറെ ക്രിസ്ത്യൻ നാമധാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഒക്കെയായ ആളുകൾ, അപൂർവം ചില പുരോഹിതന്മാരും അതിനകത്തുണ്ട്. പക്ഷെ അവരാരും തന്നെ വിൻസെൻറ്റിനോളം വരികയില്ല. പലസ്തീൻ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വിൻസെൻ്റ് പറഞ്ഞില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമായി തോന്നില്ലായിരുന്നു. അത് പറയാനുള്ള നട്ടെല്ല് വിൻസെൻറ്റിനില്ല എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ വഞ്ചിക്കാൻ നോക്കുകയാണ് വിൻസെൻ്റ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ക്രിസ്ത്യാനികളും കഷ്ടം അനുഭവിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇസ്രായേലിനെതിരെ തിരിക്കാനുള്ള ശൃഗാല ബുദ്ധിയാണ് വിൻസെൻ്റ് കാണിക്കുന്നത്. ആൻറ്റിസെമിറ്റിസം തലയ്ക്ക് പിടിച്ചതിൻ്റെ എഫക്റ്റാണ് വിൻസെൻറ്റിനുള്ളത്. പലസ്തീനിൽ ക്രിസ്ത്യാനികൾ എത്ര ശതമാനമുണ്ട്? ഈ വിൻസെൻ്റ് പറയുന്നത് പോലെ 10% ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വെസ്റ്റ് ബാങ്കിൻ്റെ ഡെമോഗ്രാഫിക്സ് പ്രൊഫൈൽ നാം പരിശോധിച്ചാൽ കാണുന്ന വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. 29 ലക്ഷമാണ് വെസ്റ്റ് ബാങ്കിലെ ജനസംഖ്യ. അതിൽ ക്രിസ്ത്യാനികൾ എത്ര ശതമാനമുണ്ട് എന്ന് നാം നോക്കിയാൽ കാണുന്നത് വിൻസെൻ്റ് പറഞ്ഞതുപോലെ 10% അല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ പകുതി 5% അല്ല. അപ്പോൾ പിന്നെ അതിൻ്റെയും പകുതി 2.5% ഏതാണ്ട് അതിനടുത്ത് വരും. വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 1% മുതൽ 2.5% വരെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെയാണ് നമുക്കിതിൽ കുറഞ്ഞത് എടുക്കണ്ട, 1% എന്നുള്ളത് എടുക്കണ്ട, കൂടിയത് തന്നെ എടുക്കാം. ഈ 2.5% തന്നെ എടുക്കാം. ആ 2.5%-നെയാണ് 4 ഇരട്ടിയാക്കി വിൻസെൻ്റ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. 10% ക്രിസ്ത്യാനികളുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഈ വെസ്റ്റ് ബാങ്ക് മാത്രമല്ലല്ലോ പലസ്തീൻ എന്ന് പറയുന്നത്, ഈ ഗാസയും പലസ്തീനിൽ ഉൾപ്പെട്ടതല്ലേ. അപ്പോൾ ഇവിടെ 2.5% ഉള്ളൂവെങ്കിലും പലസ്തീനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബാക്കി 7.5% അവിടെ ഉണ്ടെങ്കിലോ? അപ്പോൾ പിന്നെ 10% ആവുമല്ലോ, 2 സ്റ്റേറ്റിലേയും കൂടി ചേരുമ്പോൾ 10% ആവുമല്ലോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഗാസയിലെ ജനസംഖ്യയും കൂടി നമുക്ക് നോക്കാം. ഗാസയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ നോക്കിയാലോ.
ഗാസ മുനമ്പിൻ്റെ ഡെമോഗ്രാഫിക്സ് പ്രൊഫൈല് നാം പരിശോധിച്ചാൽ കാണുന്നത് 19 ലക്ഷത്തിലധികമാണ് ഗാസയിലെ ജനസംഖ്യ. ഇപ്പോൾ 2021 അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇതനുസരിച്ച് നോക്കുമ്പോൾ 20,50,000 ഗാസയിലെ ജനസംഖ്യ. അത് 20 ലക്ഷത്തിൽ മേലെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ കണക്ക് തന്നെ എടുക്കാം. 19 ലക്ഷത്തിലധികം എന്നുള്ള കണക്ക് മാത്രം നമുക്ക് എടുക്കാം. ഗാസയിലെങ്കിലും വിൻസെൻ്റ് പറഞ്ഞതുപോലെ 10% ക്രിസ്ത്യാനികളുണ്ടോ? 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 19 ലക്ഷത്തിൻ്റെ 10%, 1,90,000 അത്ര ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. എന്നാൽ ശരി, അതിൻ്റെ പകുതി 5% ക്രിസ്ത്യാനികളുണ്ടോ? ഇല്ല. അതിൻ്റെ പകുതി 2.5%, അതുമില്ല. എന്നാൽ പിന്നെ അതിൻ്റെയും പകുതി 1.25%, ഇല്ലേ ഇല്ല. പിന്നെ എത്രയാണുള്ളത്? 1% താഴെയേ ഗാസ മുനമ്പിൽ ക്രിസ്ത്യാനികളുള്ളൂ എന്നാണ് ഔദ്യോഗിക കണക്കുകൾ നമ്മളോട് പറയുന്നത്. 98-99% പേരും ഗാസയിൽ മുസ്ലിങ്ങളാണ്. 1% താഴെ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ 1% മുതൽ 2.5% വരെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മളതിൻ്റെ ശരാശരി ഒന്നും എടുക്കേണ്ട, ഏറ്റവും കൂടിയത് തന്നെ എടുത്തോ. അതായത് വെസ്റ്റ് ബാങ്കിലെ 2.5%, ഗാസയിലെ 1% താഴെയും, ഇത് രണ്ടും കൂടി ചേർത്താൽ 3.5% താഴെയേ പലസ്തീനിൽ ആകെ ക്രിസ്ത്യാനികളുള്ളൂ. അതിനെയാണ് വിൻസെൻ്റ് 10% എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അറിയാണ്ട് ചോദിക്കുകയാണ് വിൻസെൻ്റ്, സ്വന്തം സമുദായത്തെ ഇങ്ങനെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ പ്രതിഫലമാണോ കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ എന്ന പദവി? ഒറ്റിക്കൊടുത്തതെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് മനഃപൂർവ്വമാണ്. കാരണം വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമുള്ള ക്രിസ്ത്യാനികൾ നൈജീരിയയിലും പാകിസ്ഥാനിലുമുള്ള ക്രിസ്ത്യാനികളെ പോലെ തന്നെ മുസ്ലിങ്ങളുടെ കയ്യാൽ ക്രൂരമായ മതപീഡനം അനുഭവിക്കുന്ന ആളുകളാണ്. അത് മറച്ചു വെച്ചിട്ട് പലസ്തീൻ മുസ്ലിങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞ് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തെങ്കിലും ലാഭം കാണാതെ ആയിരിക്കില്ലല്ലോ. എന്തെങ്കിലും ലാഭം അതിൻ്റെ പുറകിലുണ്ടായിരിക്കുമല്ലോ. വിൻസെൻ്റ് പറഞ്ഞതുപോലെ പലസ്തീൻ ക്രിസ്ത്യാനികൾ 10%-ന് മുകളിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, 1950-കളിലൊക്കെ. പിന്നീട് എന്തുണ്ടായെന്നറിയാമോ? മതഭ്രാന്ത് മൂത്ത പലസ്തീൻ മുസ്ലിങ്ങൾ. ഈ പലസ്തീൻ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരാരും അവിടെയുള്ള തദ്ദേശീയ മുസ്ലിങ്ങളല്ല. യഹൂദന്മാരെ ഓടിപ്പിച്ച് കളഞ്ഞ് അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഈജിപ്തിൽ നിന്നും, ഇറാഖിൽ നിന്നും, യമനിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും, സിറിയയിൽ നിന്നും, ജോർദാനിൽ നിന്നുമൊക്കെ അങ്ങോട്ടേക്ക് അനധികൃതമായി കുടിയേറിയ മുസ്ലിങ്ങളായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അനധികൃതമായി അങ്ങോട്ട് കുടിയേറിയ, അതായത് അധിനിവേശക്കാരെന്ന് പറയാൻ. ഇസ്രായേലാണ് അധിനിവേശ രാഷ്ട്രം എന്ന് ഇവർ പറയും. നേരെ തിരിച്ചാണ്. പലസ്തീനികളാണ് അധിനിവേശക്കാർ. യഹൂദനെ കൊല്ലുക, കൊള്ളയടിക്കുക എന്നുള്ള ഏക ലക്ഷ്യവുമായി അങ്ങോട്ട് വന്ന ആളുകളാണ് ഇവർ. അതേസമയം അവിടെയുള്ള ഈ പലസ്തീൻ ക്രിസ്ത്യാനികളോ, അവർ സഹസ്രാബ്ദങ്ങളായി അവിടെ ജീവിച്ചു വരുന്നവരുടെ പിൻതലമുറക്കാരാണ്. 1890-കൾക്ക് ശേഷം അനധികൃതമായി അങ്ങോട്ട് കുടിയേറിയ ഈ അധിനിവേശ മുസ്ലിങ്ങൾ, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറിയ ഈ അധിനിവേശ മുസ്ലിങ്ങൾ, അവർ ഈ പലസ്തീൻ ക്രിസ്ത്യാനികൾക്കെതിരെ മതപീഡനം നടത്തി അവരെ ഇല്ലായ്മ ചെയ്തു. അവിടെ ക്രിസ്ത്യൻ വംശഹത്യ നടത്തിയെന്ന് തന്നെ പറയാം. ക്രിസ്ത്യൻ വംശഹത്യ, വംശീയോന്മൂലനം തന്നെ നടത്തി അവർ. ഒരു കാലത്ത് 10%-ൽ കൂടുതലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്നവിടെ 3.5%-ലേക്ക് താഴ്ന്നു. 3.5%-ലും താഴെ. ഇത് പറയാനുള്ള നട്ടെല്ല് വിൻസെൻറ്റിന് ഇല്ലാത്തത് ഒരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പല സഭകളുടെയും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് വരെ ഈ സത്യം പറയാനുള്ള നട്ടെല്ലില്ല. പ്രത്യയശാസ്ത്രവും മറ്റുമൊക്കെ അവരെ വേറെ വിധത്തിലാണ് ഇവിടെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇസ്രായേലിനെതിരെ പലസ്തീൻ തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളോട് ഒരു കൂറുമില്ലാത്ത കൂറിലോസുമാർ അരങ്ങുവാഴുന്ന നാടാണ് കേരളം. അതുകൊണ്ട് പലസ്തീനിൽ ക്രിസ്ത്യാനികൾ മതപീഡനം അനുഭവിക്കുന്നത് തുറന്നു പറയാൻ വിൻസെൻ്റ് ധൈര്യം കാണിക്കാത്തതിൽ എനിക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷെ പലസ്തീനിൽ 10% ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ള ഈ നുണ പറഞ്ഞുകൊണ്ട്, കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ വഞ്ചിക്കേണ്ട കാര്യമുണ്ടോ? സത്യം പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ വിൻസെൻ്റ് മിണ്ടാതിരിക്കട്ടെ, ഒരു പ്രശ്നമില്ല. എത്രയോ പേര് മിണ്ടാതിരിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ വിൻസെൻ്റും പെടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ നുണ പറഞ്ഞുകൊണ്ട്, കള്ളക്കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കേണ്ട കാര്യമുണ്ടോ? പലസ്തീനിൽ ക്രൈസ്തവർ വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വംശീയ ഉന്മൂലനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ 50 കൊല്ലമൊന്നും വേണ്ട, അതിനു മുമ്പ് തന്നെ പലസ്തീനിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വിഭാഗം മരുന്നിന് പോലും ഇല്ലാത്തൊരു സ്ഥിതി വരും. അത്ര അപകടകരമായൊരവസ്ഥയിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ചർച്ച ചെയ്യാനേ പാടില്ല എന്നുദ്ദേശിക്കുന്ന മുസ്ലിം നേതാക്കന്മാർ ഇവിടെയുണ്ട്.
കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ വിഷയം ചർച്ചയായിട്ട് വന്നു കഴിയുമ്പോൾ അത് അവരുടെ ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ പല മുസ്ലിം നേതാക്കന്മാരും അവരുദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങൾക്കും അത് തടസ്സമായിട്ട് വരും, ക്രൈസ്തവർ എതിർവശത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ഈ മുസ്ലിം നേതാക്കന്മാർക്ക് ഓശാന പാടുകയാണ് വിൻസെൻ്റ് ഇവിടെ ചെയ്യുന്നത്. ഈ വഞ്ചനയിലൂടെ എന്ത് കിട്ടി, എത്ര കിട്ടി എന്ന് മാത്രമേ ഇനി നമുക്കറിയാനുള്ളൂ. അതുപോലെയുള്ള കൊടിയ വഞ്ചനയാണ് വിൻസെൻ്റ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കാണിക്കുന്നത്. ഇസ്രായേൽ രൂപീകൃതമാകുന്ന സമയത്ത്, അതായത് 1948 അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ, ഇസ്രായേലിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ 2021 ആയപ്പോഴേക്കും 16 ഇരട്ടിയോളം വർദ്ധിച്ചത് നാം ഈ വീഡിയോ പരമ്പരയിലെ 1ാം ഭാഗത്ത് കണ്ടതാണ്. ഇസ്രായേലിൽ പരിഷ്കൃതരായതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അവർ സംരക്ഷിച്ചു. പക്ഷെ പലസ്തീനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നവർ എഴുത്തും വായനയും അറിയാത്ത 7ാം നൂറ്റാണ്ടിലെ ഒരു പരിഷ്കൃതം പറഞ്ഞ മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ പ്രമാണമായി കൊണ്ടു നടക്കുന്നവരായതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അവിടെ വംശീയോന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആ ഉന്മൂലനം ചെയ്യുന്ന കൂട്ടർക്ക് കുഴലൂത്ത് നടത്തുകയാണ് വിൻസെൻ്റ് ഇപ്പോൾ ഇവിടെ വിൻസെൻറ്റിൻ്റെ വകയായിട്ടും ചെയ്യുന്നത്. വിൻസെൻ്റ് വിശ്വസിക്കാത്ത പുസ്തകമാണ് ബൈബിൾ എന്ന് എനിക്കറിയാം. എങ്കിലും ആ ബൈബിളിലുള്ള ഒരു കാര്യം ഞാൻ വിൻസെൻറ്റിനെ ഓർമ്മിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷി നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷി നിൽക്കരുത്. പുറപ്പാട് 23-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഇവിടെ ഏതൊരു കാര്യമാണോ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അതാണ് വള്ളി തെറ്റാതെ വിൻസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നു, കുറ്റക്കാരന് വേണ്ടി കള്ളസാക്ഷി നിൽക്കുന്നു. കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷത്തോടൊപ്പം നിന്ന് പലസ്തീനിലെ മുസ്ലിം ഭൂരിപക്ഷം ചെയ്യുന്ന കൊള്ളരുതായ്മകളെ വെളുപ്പിക്കാൻ നോക്കുന്നു. വിൻസെൻറ്റിന് ദൈവവിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും, വിൻസെൻ്റ് ബൈബിളിന് വില കൊടുത്താലും ഇല്ലെങ്കിലും, ഈ ചെയ്യുന്നതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് മറക്കാതിരിക്കുക. വിൻസെൻ്റ് അല്ലെങ്കിൽ വിൻസെൻറ്റിൻ്റെ അനന്തര തലമുറ ഉറപ്പായിട്ടും ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലസ്തീനിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന മതപീഡനങ്ങൾ നമുക്കൊന്ന് പരിശോധനാ വിധേയമാക്കാം. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെത്ലഹേം ഒക്കെ വെസ്റ്റ് ബാങ്കിലാണുള്ളത്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം വളരെ കുറവാണെന്നാണ് പ്രോവിഡൻസ് മാഗസിൻ പറയുന്നത്. ആ ലേഖനം എഴുതിയ ആഷ്ലി മൂസ് എന്ന ഗവേഷക തൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ആഷ്ലി മൂസ് ഈ വെസ്റ്റ് ബാങ്കിൽ ഗവേഷണം നടത്തുന്ന സമയത്ത് ബെത്ലഹേമിന് ചുറ്റുമുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളുമായി ധാരാളം സമയം ചിലവഴിക്കുകയുണ്ടായി. അപ്പോൾ ഒരു സായാഹ്നത്തിൽ അവരൊരു ക്രിസ്ത്യൻ കുടുംബത്തോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള ഒരു മോസ്കിലെ ഉച്ചഭാഷണയിലൂടെ ഹദീസിലെ വാക്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അത് അറബിയിലായതുകൊണ്ട് ആഷ്ലി മൂസിനും വലുതായിട്ടൊന്നും മനസ്സിലായില്ല. ഈ ഹദീസ് പാരായണം അവസാനിച്ചതിന് ശേഷം അവർക്ക് ആതിഥേയത്വം അരുളിയ കുടുംബത്തിൻ്റെ തലവൻ ഇങ്ങനെ പറഞ്ഞു: അവർ ക്രിസ്ത്യാനികളെ ശപിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആഷ്ലി മൂസിന് അത്ഭുതമായി. ക്രിസ്ത്യാനികളെ ശപിക്കുകയോ? അപ്പോൾ കുടുംബനാഥൻ പറഞ്ഞു, എല്ലാ ദിവസവും ഇത് സംഭവിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ക്രിസ്ത്യാനികളെ ശപിക്കുന്ന ഹദീസുകൾ അവർ പാരായണം ചെയ്യാറ് എന്ന് ഈ കുടുംബത്തലവൻ വിശദീകരിച്ചു. പക്ഷേ വെസ്റ്റ് ബാങ്കിലെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ നഗരമായിരിക്കുന്ന ബത്ലഹേമിലെ പലസ്തീൻ ക്രിസ്ത്യാനികൾ ഉച്ചഭാഷിണികളിൽ നിന്ന് മുസ്ലിങ്ങൾ ചൊരിയുന്ന ശാപവചനങ്ങൾ കേൾക്കാൻ നിർബന്ധിതരായിട്ടാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് ആഷ്ലി മൂസ് പറഞ്ഞത്. ഈ ജീവനാടി പൊട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്തും മുഹമ്മദ് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാമല്ലോ. അതുതന്നെയാണ് അനുയായികളും ഇന്ന് ലോകമെമ്പാടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ക്രിസ്ത്യാനികളെ ശപിക്കുക. ശപിച്ചത് അറബിയിലായതുകൊണ്ട് ബത്ലഹേം ക്രിസ്ത്യാനിക്ക് അത് മനസ്സിലായി, അവൻ അറബി അറിയാവുന്നതുകൊണ്ട്. പക്ഷേ ഈ മലയാളി ക്രിസ്ത്യാനികളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള മലയാളി ക്രിസ്ത്യാനികൾ, ഇവിടെ ഈ പെരുന്നാളും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മൈക്കിൽ കൂടെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ അറബി കൂടെ ഉമ്മാർ പലതും പാരായണം ചെയ്യുന്നത്. അറബി അറിയാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ വീടിനടുത്തുള്ള മോസ്കിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ മക്കളുടെ മക്കളെയൊക്കെ ശപിച്ചുകൊണ്ടുള്ള ഹദീസുകൾ, മുഹമ്മദ് പറഞ്ഞുള്ള ഹദീസുകളൊക്കെ അറബിയിൽ നല്ല ഈണത്തിൽ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ മലയാളി ക്രിസ്ത്യാനി അതൊക്കെ കേട്ട് രസിച്ചിരിക്കും. എന്ത് നല്ല രസമുള്ള ഈണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കും. എന്നിട്ട് ഇതൊക്കെ പറയുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ വർഗീയവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി കയ്യടി വാങ്ങുകയും ചെയ്യും. അറബി ക്രിസ്ത്യാനിക്ക് അറബിയിലായതുകൊണ്ട് മനസ്സിലായത് ഞങ്ങളെ ശപിച്ചതാണ് എന്നുള്ള കാര്യം മനസ്സിലായി, അയാളത് പറയുകയും ചെയ്തു. കേരള ക്രിസ്ത്യാനികൾക്ക് ഇത് അറബിയിലായതുകൊണ്ട് അറിയില്ല, എന്നിട്ട് അവന് വേണ്ടി കൈയടിക്കാൻ നിൽക്കും. മനസ്സിലായ? ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ 27-കാരനായ ഖാലിദ് എന്ന ക്രിസ്ത്യൻ യുവാവ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഗാസ നഗരത്തിൽ ഇനി ക്രിസ്ത്യാനികൾക്ക് സ്ഥാനമില്ല എന്നായിരുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പ്രധാനമായും മുസ്ലിം രാജ്യങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്നൊരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ
പലസ്തീനിലെ ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാരുടെ ഭാവിയെ അവരുടെ വർത്തമാനകാല അവസ്ഥയേക്കാൾ കൂടുതൽ നാം ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഷ്ലി മൂസ ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. കാരണം അവർ ഇസ്ലാമിക ചരിത്രം കുറേ പഠിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പണ്ട് കാലത്തായാലും ഇപ്പോഴൊക്കെയായാലും ജീവിച്ചിരുന്നതെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പലസ്തീനിലെ ക്രിസ്ത്യാനികളുടെ ഭാവി വർത്തമാന കാലാവസ്ഥ ഇങ്ങനെയാണ്, ഭാവി ഇതിനേക്കാളും കഷ്ടമായിരിക്കും എന്നവർ പറഞ്ഞത്. ഈ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിൻ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന മതപീഡനങ്ങളെക്കുറിച്ച് ആഷ്ലി മ്യൂസ് മാത്രമല്ല വേറെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ചരിത്രകാരനായ ഡോക്ടർ എഡ്ഡി കോഹൻ ലോകത്തിനൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകം എന്ന് പറയുമ്പോൾ മൊത്തം ലോകത്തിനല്ല, അദ്ദേഹം പാശ്ചാത്യ ലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ക്രൈസ്തവ ലോകത്തെ, അമേരിക്കയും യൂറോപ്പും ഒക്കെയുള്ള പാശ്ചാത്യ ലോകത്തെ. അദ്ദേഹം പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥയെ ലോകരാജ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ക്രിസ്തുമതം രൂപം കൊണ്ട ഇടത്ത് തന്നെ അപ്രത്യക്ഷമാകാൻ ഇടയാക്കും എന്നതാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഈ ബത്ലഹേമിലൊക്കെ അവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിധത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടല്ലോ അവരെ ശപിക്കുന്ന ഹദീസുകളൊക്കെ ഇതാകുന്നത്. അപ്പോൾ ഇത് അർത്ഥം പറഞ്ഞവർ മറ്റൊരു കേൾക്കുകയാണ്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ശപിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കാൻ തന്നെ നമുക്ക് വെറുപ്പായിരിക്കും, മടുപ്പുണ്ടാകും അത് കേട്ടുകൊണ്ട് നിൽക്കാൻ. പൊതുവെ നമ്മൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകും. സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നത് അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവുകയാണ്, വേറെ എവിടെയെങ്കിലേക്കും പോകും. ഇന്ന് പലസ്തീൻ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് പലസ്തീനിലല്ല ഉള്ളത്, അവർ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കുടിയേറി, എല്ലായിടത്തും അവിടെ നിന്ന് വിട്ടുവിട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഗാസയിലാണെങ്കിൽ 98-99% പേരും മുസ്ലിങ്ങളാണ്. കുറച്ചാൾ കൂടി കഴിഞ്ഞാൽ അത് 100% ആകും. അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പോൾ അവിടെ നിറവേറും. മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ എന്നുള്ള ആ ഒരു കൽപ്പനയുണ്ടല്ലോ. അപ്പോൾ ഗാസയിൽ മതം മുഴുവൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മതം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ആക്കും, അള്ളാഹുവിൻ്റെ മതം അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അത്രയും 2 പ്രദേശങ്ങളായി. ഇനി അതിൻ്റെ അടുത്ത പ്രദേശം അവർ പതുക്കെ അവിടെ ഇതാകാൻ നോക്കും. അവിടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ പതുക്കെ ആയിട്ട് മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ എന്നുള്ള ആ യുദ്ധപുസ്തകത്തിലെ കൽപ്പന അവർ നിറവേറ്റാനായിട്ട് ശ്രമിക്കും. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളോട് അവിടുത്തെ മുസ്ലിങ്ങൾ അതിക്രമം കാണിക്കുന്നത് പോലെ തന്നെ ഈ പലസ്തീനിലെ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനി പെൺകുട്ടികളോടും പലസ്തീനി മുസ്ലിങ്ങൾ അതിക്രമം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫത്തയിലെയും ഹമാസിലെയും ഒക്കെ നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അതിൻ്റെ പേരിൽ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നൽകിയെന്ന് വെച്ചോ, പിന്നെ ആ ഭീകര സംഘടനയുള്ളവർ വന്ന് പരാതിക്കാരുടെ വീടിരിക്കുന്ന ഗ്രാമത്തിലെത്തി അക്രമം അഴിച്ചുവിടും. സഹായത്തിനായി പോലീസിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, പോലീസ് വരില്ല, ഒരാളെയും അറസ്റ്റ് ചെയ്യുകയുമില്ല. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളോട് ജിസിയ നൽകണമെന്നാണ് മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നത്. ഇത്ര നാളും അങ്ങനെ പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ പറയാണ് ജിസിയ നൽകണം. ഇത് മുസ്ലിം രാജ്യമാണ്, ഇസ്ലാമിക രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൈക്കൂലി തരണം, ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം. ഇതാണ് ജിസിയ എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യാനികൾ സഹസ്രാബ്ദങ്ങളായി അവിടെ താമസിച്ച് വരുന്നവരുടെ പിൻഗാമികളാണെന്ന് ഓർക്കണം, അവിടുത്തെ തദ്ദേശവാസികളാണ്. ആ ആൾക്കാരോടാണ് ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ നാടാണ്, ഇത് മുസ്ലിം രാജ്യമാണ്, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം തരണം, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പണം തരണം. ഇങ്ങനെ ഇവരോട് ജിസിയ നൽകാൻ ആവശ്യപ്പെടുന്ന ഈ പലസ്തീനികളാണെങ്കിൽ ആ നാട്ടുകാരെ അല്ല എന്ന് ഓർക്കണം. അവർ യഹൂദന്മാരെ കൊള്ളയടിക്കാൻ വേണ്ടി ചുറ്റുപാടുമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും 1890-കൾക്ക് ശേഷം അങ്ങോട്ട് അധിനിവേശം നടത്തിയ ആൾക്കാർ, അവരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതൊന്നും ഇയാൾ കാണില്ല, വിൻസെൻ്റ് കാണില്ല. ഇസ്രായേൽ അധിനിവേശം നടത്തുന്നുള്ളത് മാത്രമേ വിൻസെൻ്റ് കാണൂ. അതിനുവേണ്ടി എന്ത് കള്ളവും പറയാനും എന്ത് കള്ളക്കണക്ക് കൊണ്ടുവരാനോ അയാൾക്കൊരു മടിയുമില്ല, ഒരു മടിയില്ലാത്ത മനുഷ്യൻ. പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികൾ, ദുർബലരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ അവരനുഭവിക്കുന്ന പീഡനം, ഈ പലസ്തീനികളിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനം, അത് വിൻസെൻ്റ് കാണുകയില്ല. പിന്നെ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾ, അത് പലസ്തീനി മുസ്ലിങ്ങളുടെ തുടർച്ചയായുള്ള ആക്രമണത്തിന് വിധേയമാണ്. തുടർച്ചയായുള്ള ആക്രമണങ്ങൾ കാരണം CCTV വെച്ചു പല പള്ളികളിലും. കാര്യമുണ്ടായില്ല, ആ CCTVയുടെ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറകൾ വരെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. പലസ്തീൻ അതോറിറ്റി ആണെങ്കിൽ ഈ വിവരങ്ങളൊന്നും പുറം ലോകം അറിയരുത് എന്നുള്ള കാര്യത്തിൽ വളരെ നിഷ്ഠയുള്ളവരാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പലസ്തീൻ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീൻ ഭരണകൂടം. അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കർശനമായ വിലക്കുണ്ട്. പലസ്തീൻ അതോറിറ്റി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കാതിരിക്കാനല്ല മുൻകരുതലെടുക്കുന്നത്, പലസ്തീനിന് വെളിയിലുള്ള മാധ്യമങ്ങളിലേക്ക് ഇത്തരം ആക്രമണങ്ങളുടെ വാർത്ത ചോർന്ന് കിട്ടാതിരിക്കാനാണ് അവർ മുൻകരുതലെടുക്കുന്നത്. അതിനുവേണ്ടി ഭീഷണിയും മറ്റും അവർ ഉപയോഗിക്കുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് പലസ്തീൻ അതോറിറ്റി എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം
അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഓരോ വർഷവും പലസ്തീനിലേക്ക് വരുന്ന ശതകോടിക്കണക്കിന് ഡോളർ സഹായധനം നിന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അമേരിക്ക ആകട്ടെ, അമേരിക്ക ഇപ്പോൾ ഈ അടുത്താണ് 10 കോടി കൊടുത്തത്, 10 കോടി ഡോളർ. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായധനം ഈ പലസ്തീൻ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ അത് നിന്നു പോകരുത്. ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവിടെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധം എടുക്കാൻ തുടങ്ങും. സർക്കാരിനെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടാവും. സർക്കാർ ഫണ്ട് കൊടുക്കാൻ റെഡിയാണെങ്കിലും, കാരണം സർക്കാരിലുള്ള പല ആൾക്കാർക്കും അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർ കൊടുക്കാൻ റെഡിയാകും. പക്ഷേ ജനങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, സാധാരണക്കാരനറിഞ്ഞാൽ, അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, മീഡിയകളിൽ ഈ വാർത്ത വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പല നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പലസ്തീൻ മീഡിയയ്ക്കകത്ത് ഈ വാർത്ത വരരുത്, ചുറ്റുപാടുമുള്ള മീഡിയകളിൽ, ചുറ്റുപാടുള്ള രാജ്യങ്ങളിലെ മീഡിയകളിൽ ഇത് വരരുതെന്ന്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനികളുടെ പണത്തിൻ്റെ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കിലും പലസ്തീനിലുമുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കപ്പെടുന്നത്. അത് നമ്മൾ ഓർക്കണം. കുറേ വരുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയാണ്, മിസൈലും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയാണ് ചിലവാക്കുന്നത്. അല്ലാതെ അവിടെയുള്ള നാട്ടുകാർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ബാക്കി പണം അത് ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ലീക്കാകാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെ പലതും ഈ പലസ്തീനികൾ വിലക്കെടുത്തിരിക്കുകയാണ്. പലസ്തീൻ ടീമുകളുണ്ടല്ലോ, ഇവരിൽ കോടിക്കണക്കിന് ഡോളറുണ്ട്, കോടിക്കണക്കിന് ഡോളർ. യാസർ അറഫാത്ത് ചാകുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന എത്രയാണ്? 550 കോടി ഡോളറാണ്. 550 കോടി ഡോളർ, ആലോചിച്ചോ. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ഡോളർ ഇവരുടെ കയ്യിൽ, ശതകോടിക്കണക്കിന് ഡോളർ ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ പല മാധ്യമങ്ങളെയും ഇവർ വിലക്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാശ്ചാത്യ മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ, പലസ്തീൻ തീവ്രവാദികളിൽ നിന്ന് ആ മാധ്യമത്തിനുള്ള ഫണ്ടിങ് ഉണ്ടല്ലോ, അത് നിലയ്ക്കും, പിന്നെ കൊടുക്കുകയില്ല. അതുമാത്രമല്ല, ആ മാധ്യമത്തിൻ്റെ ആളുകൾക്ക് ഇവിടെ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കാൻ അനുവാദം ലഭിക്കില്ല. അവരുടെ റിപ്പോർട്ടർമാരെ എവിടെയെങ്കിലും ഈ വെസ്റ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഗാസയിലോ വെച്ച് കണ്ടാൽ ജനക്കൂട്ടം ആക്രമിക്കും. ജനക്കൂട്ടം ആക്രമിക്കുന്നതായിട്ടാണ് രേഖ ഉണ്ടാകുക. സർക്കാർ തലത്തിൽ അവരെ ആരും ഒന്നും ചെയ്തതായിട്ട് ഒരു രേഖ ഉണ്ടാവില്ല. ജനക്കൂട്ടം ആക്രമിച്ചതായിട്ട് മാത്രമേ രേഖ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഒന്നുകിൽ ഹമാസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഫത്താ പാർട്ടിയുടെ ആളുകൾ, അവരായിരിക്കും. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ അവരാണ്. പക്ഷേ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സർക്കാരിനെ കുറ്റം പറയാൻ ഈ വാർത്താമാധ്യമത്തിൻ്റെ ആളുകൾക്ക് പറ്റുകയില്ല. ജനക്കൂട്ടമാണ് ഈ ആക്രമിച്ചതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ റിസ്ക്കാണ്. ഇങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഈ കിട്ടുന്ന പണം, ഈ ഫണ്ടിങ് നിന്നു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഈ ചോർന്ന് കിട്ടുന്ന ചെറിയ കുറച്ച് വാർത്തകളെ ചോർന്ന് കിട്ടുള്ളൂ. അവിടെ നിന്ന് ഒരു 10-20 ആക്രമണം നടന്നാലായിരിക്കും ഒരെണ്ണമൊക്കെ പുറത്തേക്ക് അറിയുന്നത്. പക്ഷെ അതുപോലും ഇമാതിരി മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഗാർഡിയനും ടെലഗ്രാഫും ഒക്കെ കുറേ വ്യത്യാസമുള്ളവരാണ്. അവർ ഒരുമാതിരി, അവർക്ക് കിട്ടുന്ന വാർത്തകൾ ഒരുമാതിരി അവർ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നെറ്റിൽ പരിശോധിച്ച് നോക്കി പല കാര്യങ്ങളും. അപ്പോൾ ഈ ഗാർഡിയനിലും ടെലഗ്രാഫിലും കുറേ വാർത്തകൾ പിന്നെയും വരുന്നുണ്ട്. എന്നാൽ മറ്റുള്ളതിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. നമുക്ക് അവിടെ നിന്നുള്ള ഇങ്ങനെയുള്ള വിവരങ്ങൾ കുറേ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ PhDക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിസർച്ചിന് വേണ്ടിയോ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് അവരുടെ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും പുറം ലോകത്തെ അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ആഷ്ലി മ്യൂസ് പറഞ്ഞ ഒരു കാര്യം. ആഷ്ലി മ്യൂസ് അവിടെ റിസർച്ചിന് വേണ്ടി പോയ ആളാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാര്യങ്ങൾ, അവർ ആത്മാർത്ഥതയും സത്യസന്ധതയും സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുകയും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് അവിടെ കണ്ട കാര്യങ്ങൾ അവർ എഴുതി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലസ്തീനിൽ PhD എടുക്കാൻ പോയ ടീമുകൾ പലസ്തീൻ തീവ്രവാദികൾ കൊടുത്ത നക്കാപ്പിച്ച വാങ്ങി പോക്കറ്റിലിട്ട് അവരുടെ കൂലിയെഴുത്തുകാരായിട്ട് മാറും. അതാണ് വ്യത്യാസം. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. പലസ്തീനിലെ ഈ 10% ക്രിസ്ത്യാനികൾ ഇന്ന് 3.5% താഴേക്ക് പോന്നപ്പോൾ ഇസ്രായേലിലുള്ള ക്രിസ്ത്യാനികളുടെ കാര്യം എന്താണ് അവരുടെ കാര്യം? അവർക്ക് അവിടെ നല്ല അഭിവൃദ്ധിയുണ്ട്, പുരോഗതിയുണ്ട്, നല്ല വളർച്ചയുണ്ട്. 1947 അതായത് ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് മാൻഡേറ്റ് ഓഫ് പലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 1,43,000 ആയിരുന്നു. ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ അതിർത്തിക്കകത്ത്, ഇസ്രായേലിൻ്റെ അതിർത്തിക്കകത്തുണ്ടായിരുന്നത് 34,000 ക്രിസ്ത്യാനികളായിരുന്നു. 1,00,000-ലധികം ക്രിസ്ത്യാനികൾ ഇസ്രായേലിന് പുറത്തുള്ള പ്രദേശത്തായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ക്രിസ്ത്യാനികൾ അധികവും കൂട്ടമായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ ബത്ലഹേം, നസ്രേത്ത്, ജെറുസലേം തുടങ്ങിയ പ്രദേശങ്ങൾ. വിഭജന പദ്ധതിയിൽ ഈ പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ രാജ്യത്തിന് പുറത്തായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ അധികവും ഇസ്രായേലിന് വെളിയിലായത്. 1948 ഇസ്രായേലിലുണ്ടായിരുന്ന 34,000 ക്രിസ്ത്യാനികൾ ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ? 1,77,000 വളർന്നിട്ടുണ്ടവർ.
അതായത് 5 ഇരട്ടിയിലധികമുള്ള വർധനവ് ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേലിലുണ്ടായി. എന്നാൽ പലസ്തീനിലോ അവിടെ വളരെ കുറയാനുണ്ടായി, താഴോട്ട് പോന്നു. 10% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് 3.5% താഴെയായി. ഗാസയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം 1000-ൽ താഴെയാണ്. 1000-ൽ താഴെ മിക്ക കണക്കുകളിലും കാണുന്ന 1300 എന്ന് പറഞ്ഞ കണക്കാണ്. പക്ഷെ അതൊന്നുമല്ല, 1000-ൽ താഴെയാണ്. ആ 1000-ൽ താഴെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ 900 ഒന്നും അല്ല, വളരെ താഴെയാണ്. ഞാൻ പുറകെ പറയാം. അത് 2010-ൽ ഗാസയിൽ 3000-ഓളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നതായിട്ട് രേഖകളുണ്ട് 2010-ൽ. എന്നാൽ 2019 ആയപ്പോൾ അത് 1000 കുറഞ്ഞു. 2021 വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1000-ൽ താഴെയുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് വിൻസെൻ്റ് പറയുന്നത് 10% ക്രിസ്ത്യാനികൾ പലസ്തീനയിലുണ്ടെന്ന്. ഗാസയിൽ നിന്ന് ക്രിസ്ത്യാനികൾ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയാണ് വിൻസെൻ്റ് PhD എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ PhD എടുക്കുന്നതിന് വേറെ പല ഉദ്ദേശങ്ങളാണ്, പക്ഷേ വിൻസെൻ്റ് PhD എടുത്തതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് തോന്നുന്നു. ഗാസയിലെ ക്രിസ്ത്യാനികൾ അവിടെ മുസ്ലിങ്ങളുടെ കയ്യാൽ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കേരളത്തിലുള്ളവർ അറിയരുത്. അപ്പോൾ അത് വേറെ ആരെങ്കിലും വിൻസെൻ്റ് സാധാ ലെവലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് വലിയ വിലയൊന്നും ആരും കൊടുക്കുകയില്ല, പൊതുസമൂഹം കൊടുക്കുകയില്ല. പക്ഷേ ഒരു PhD എടുത്ത ആൾ, ഇപ്പോൾ ഞങ്ങളുടെ തന്നെ വീഡിയോയ്ക്ക് കീഴെ ചില കോയന്മാരുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു, PhD-കാരനതേ 10ാം ക്ലാസ്സുകാരൻ അധിക്ഷേപിക്കുന്നു എന്നും പറഞ്ഞിട്ട്. എന്ത് അധിക്ഷേപം ചങ്ങാതി! ഉള്ള കാര്യം പറയുന്നതല്ലേ, സത്യമല്ലേ പറയുന്നത്, നുണയൊന്നും പറയുന്നില്ല. പറയുന്ന ഓരോ കാര്യത്തിനും തെളിവ് വരുന്നില്ലേ? ഇല്ലേ? ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. മുൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറമി ഹണ്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടുത്തെ ജനസംഖ്യയുടെ 20% ഇന്നത് വെറും 5% കുറഞ്ഞു എന്നാണ്. 5% കുറഞ്ഞു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇസ്രായേലിൽ മാത്രമാണ് ക്രിസ്ത്യാനികൾക്ക് വളർച്ചയുണ്ടായിട്ടുള്ളത്. അതായത് മിഡിൽ ഈസ്റ്റിൽ മറ്റ് രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യാനികളെ വംശീയോന്മൂലനം ചെയ്യുമ്പോൾ അങ്ങനെ ക്രിസ്ത്യാനികളെ വംശീയോന്മൂലനം ചെയ്യാത്ത ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ്. അമേരിക്കൻ സ്പെക്ടാക്ടർ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികളുടെ അവസാന പ്രതീക്ഷയാണ് ഇസ്രായേൽ എന്നാണ്. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളെക്കാൾ കഷ്ടമാണ് ഗാസയിലെ ക്രിസ്ത്യാനികളുടെ കാര്യം. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയാം. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തിനെ മോശയുടെ നേതൃത്വത്തിൽ അവിടെ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന കാര്യമാണത്. എന്നാൽ ആധുനിക കാലത്ത് ക്രിസ്ത്യാനികളുടെ ഒരു പുറപ്പാട് നടക്കുന്നുണ്ട്. അത് ഗാസയിൽ നിന്നാണ്. ഗാസയിലെ മുസ്ലിങ്ങളിൽ നിന്നുള്ള പീഡനം സഹിക്കാൻ വയ്യാത്ത സ്ഥിതി വന്നപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നും ഓടിപ്പോരുകയാണ്. വെറും കൈയോടെ, കയ്യിൽ 1-2 ബാഗുകൾ മാത്രം, അത്രയും എടുക്കാൻ പറ്റുന്നുള്ളൂ. അതെടുത്തിട്ട് ബാക്കി സ്വത്തൊക്കെ അവിടെ തന്നെ വിട്ടിട്ട് അവർ ഓടിപ്പോവുകയാണ്. ഗാസയിൽ നിന്നുള്ള കമൽ തരാസി എന്ന 60-കാരനായ ക്രിസ്ത്യാനി, അദ്ദേഹം ഇപ്പോൾ നസറത്തിലെ തെരുവുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഓടിപ്പോകുന്നയാളാണ്. പലായനം ചെയ്യുന്നതിന് മുമ്പ് ഹമാസിനെതിരെ ഐക്യപ്പെടാൻ അദ്ദേഹം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായി അദ്ദേഹത്തെ പലതവണ ഹമാസ് ജയിലിലടച്ചു. തദ്ദേശീയ ക്രിസ്ത്യൻ ജനതയെ ഉപദ്രവിക്കുന്നവരായി പുറം ലോകത്ത് ചിത്രീകരിക്കപ്പെടാതിരിക്കാൻ ഹമാസ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞില്ല, ജീവനോടെ നിലനിർത്താൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞാൽ ഒരുപക്ഷെ അത് അന്താരാഷ്ട്ര സമൂഹത്തെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരുന്ന ഫണ്ടിങ് ഇല്ലാതെയാകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നില്ല, പക്ഷെ പലവട്ടം ജയിലിലിട്ടു. തരാസി പറയുന്നത് ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത നിമിഷം മുതൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പള്ളികൾ നശിപ്പിക്കുകയും ക്രിസ്ത്യാനികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ്. ഒരു വട്ടം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ക്രിസ്തുമസ് കാലമായതുകൊണ്ട് ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റിനായി അദ്ദേഹം അപേക്ഷിക്കുകയും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനെന്ന ഭാവേന വെസ്റ്റ് ബാങ്കിലുള്ള ഈ ബത്ലഹേമിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. ഗാസയുടെ അതിർത്തി കടന്നു കഴിഞ്ഞപ്പോൾ താൻ ഇനി ഒരിക്കലും ഗാസയിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന് കമാൽ തരാസി ശപഥം ചെയ്തു. ഇത് ഒരു കമൽ തരാസിയുടെ മാത്രം കാര്യമല്ല. ഗാസയിലുള്ള ക്രിസ്ത്യാനികളെല്ലാവരും ഇതുപോലെ ഗാസ വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സെൻസസിൻ്റെ കണക്കാണ് ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. 1300 ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടെന്ന്. വിൻസെന്റിനെ പോലെയുള്ളവർ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ 10% ക്രിസ്ത്യാനികളുണ്ടെന്നാണ്. പക്ഷെ 10-60 വയസ്സ് വരെ ഗാസയിൽ ജീവിച്ചിരുന്ന കമാൽ തരാസി പറയുന്നത് ഗാസയിൽ 500-ലധികം ക്രിസ്ത്യാനികൾ അവശേഷിക്കുന്നില്ല എന്ന കാര്യത്തിൽ എനിക്കുറപ്പുണ്ട് എന്നാണ്. 500-ലധികം ക്രിസ്ത്യാനികൾ അവിടെ അവശേഷിക്കുന്നില്ല. പലസ്തീൻ വിഷയത്തിൽ PhD എടുത്ത വിൻസെൻ്റ് പറയുന്നത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും 10% എന്ന് പറഞ്ഞാൽ ഗാസയിൽ 2 ലക്ഷത്തിനടുത്ത് ക്രിസ്ത്യാനികളുണ്ടെന്ന്. കാരണം 20 ലക്ഷമാണല്ലോ ഇപ്പോഴത്തെ ജനസംഖ്യ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ
അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിനടുത്ത് ക്രിസ്ത്യാനികളുണ്ടെന്ന്. പക്ഷെ ഗാസയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ഗാസൻ ക്രിസ്ത്യാനികൾ പറയുന്നത് അവിടെ ഇപ്പോൾ ആകെ 500-ൽ പരം ക്രിസ്ത്യാനികളെ ഉള്ളൂ എന്നാണ്. ഗാസൻ ക്രിസ്ത്യാനികളുടെ എണ്ണം ഈ 500 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ചുരുങ്ങിയത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ അങ്ങ് ചുരുങ്ങി വന്നതൊന്നുമല്ല. പലസ്തീൻ അതോറിറ്റിയും അതിനുശേഷം ഹമാസും അവിടുത്തെ ക്രിസ്ത്യാനികളെ ഞെരുക്കി ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ അവിടെ വിട്ട് ഓടിപ്പോവുക എന്ന നിലയിലേക്ക് എത്തിച്ചതാണ്. ഹമാസ് അധികാരത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ആ ട്രെൻഡ് രൂക്ഷമായത്. ഞാൻ കുറച്ചുകൂടി തെളിവുകൾ തരാം. ഗാസയിൽ ക്രിസ്ത്യാനികൾക്ക് മതപീഡനം അനുഭവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൻ്റെ പേരിൽ തങ്ങൾക്ക് ഭീഷണിയും അറസ്റ്റും ഉണ്ടെന്ന് ഗാസൻ ക്രിസ്ത്യാനികൾ പറയുന്നതായി 2011 ഡിസംബർ 23 ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാസൻ ക്രിസ്ത്യാനികൾക്ക് ഗാസയിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവർ ഇസ്ലാമിക ഭരണം അംഗീകരിക്കാൻ തയ്യാറായിരിക്കണമെന്നാണ് ഗാസയിൽ മുസ്ലിം നിയമം നടപ്പാക്കുന്നതിന് ഒരു സൈനിക വിഭാഗം ആരംഭിക്കുമെന്ന് 2006 ഹമാസ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ഇസ്ലാമിക് ഔട്ട്റീച്ച് പ്രസ്ഥാനമായ ജിഹാദിയ സലഫിയയുടെ നേതാവ് ഷെയ്ഖ് അബു സാക്കർ പറഞ്ഞത്. അതായത് മദ്യപിക്കാൻ പാടില്ല, തലമൂടാതെ ക്രിസ്ത്യൻ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെ ക്രിസ്ത്യൻ സ്കൂളുകളും സ്ഥാപനങ്ങളും മിഷണറി പ്രവർത്തനം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കണം തുടങ്ങിയ എല്ലാ ഇസ്ലാമിക നിയമങ്ങളും ഈ ക്രിസ്ത്യാനികൾ പാലിക്കണമെന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ സാരം. മാത്രമല്ല ഇൻ്റർനെറ്റ് കഫേകൾ, സ്വിമ്മിംഗ് പൂളുള്ള ഹാളുകൾ, ബാറുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും വേണം. ശരീഅത്ത് നിയമങ്ങൾ പാലിച്ച് ക്രിസ്ത്യൻ സ്കൂളുകൾ നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഗാസയിലെ എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളും അടയ്ക്കാൻ 2013 ഹമാസ് ഉത്തരവിടുകയുണ്ടായി. ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളുകൾ നടത്തിയാൽ മതി. പ്രധാനമായും ഹമാസ് ഉദ്ദേശിക്കുന്നത്, ഈ ശരീഅത്ത് നിയമം എന്ന് പറയുമ്പോൾ ഹമാസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ലിംഗവിഭജനമാണ്. അതായത് മിക്സഡ് സ്കൂളുകൾ നിർത്തലാക്കുക, എന്നിട്ട് ബോയ്സ് സ്കൂളുകൾ വേറെ ഗേൾസ് സ്കൂളുകൾ വേറെ എന്ന നിലയിൽ നടത്തുക. ഇതാണ് ഹമാസ് പാസ്സാക്കിയ നിയമത്തിൽ പറയുന്നത്. പിന്നെ ഹമാസിന് ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ നേരം പോക്കുകളുണ്ട്. വെറുതെ ഇരുന്ന് മടുക്കുമ്പോൾ അടുത്തുള്ള ക്രിസ്ത്യൻ സ്കൂളിലേക്ക് കയറി ചെന്ന് സ്കൂളിനെയും അതിനോടനുബന്ധിച്ചുള്ള ക്രിസ്ത്യൻ പള്ളിയെയും ഒക്കെ വെടിവെച്ച് തകർക്കുക, അതിലുള്ള ബൈബിളുകളൊക്കെ എടുത്ത് കത്തിച്ച് കളയുക, കുരിശുകൾ നശിപ്പിക്കുക, സ്കൂളിലെ കമ്പ്യൂട്ടറുകൾ വെടിവെച്ച് തകർക്കുക, അത് കഴിഞ്ഞ് സ്കൂൾ തന്നെ ഇങ്ങ് കത്തിച്ച് കളയുക, വെടികൊള്ളാതെ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകൾ മോഷ്ടിച്ച് കൊണ്ടുപോവുക തുടങ്ങിയ ചിന്ന കലാപരിപാടികൾ അതിനോടൊപ്പം വേറെ ഉണ്ടാകും. ഇതൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. ഗാസയിലാകെ ഒരേ ഒരു ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2007 ഏപ്രിലിൽ ഇവർ തീ ബോംബ് എറിഞ്ഞ് തകർത്ത് കളഞ്ഞു. ആ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാൾ നടത്തിയിരുന്ന റാമി ഖാദർ അയ്യാദ് എന്ന ക്രിസ്ത്യാനിയെ 2007 ഒക്ടോബറിൽ കൊന്നുകളയുകയും ചെയ്തു. അദ്ദേഹത്തിനോട് ആ ബുക്ക് സ്റ്റാൾ നിർത്താൻ ഗാസയിലെ മുസ്ലിം തീവ്രവാദികൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഗാസയിലുള്ള ക്രിസ്ത്യാനികൾക്കൊരു ബൈബിൾ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈബിൾ കമൻട്രിയോ അതുമല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബുക്കോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പാട്ടുപുസ്തകമോ വാങ്ങണമെങ്കിൽ വേറെ ഒരു നിർവാഹവുമില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് റാമി അയ്യാദ് ഭീഷണികളെ അതിജീവിച്ച് ആ ബുക്ക് സ്റ്റാൾ തുറന്നു കൊണ്ടുപോയത്. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. പലസ്തീൻ തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്ന ആ ഏക ക്രിസ്ത്യൻ പുസ്തകശാല ആദ്യം പെട്രോൾ ബോംബ് എറിഞ്ഞ് നശിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ ഉടമസ്ഥനെ കൊന്നുകളയുകയും ചെയ്തു. ഇതുകൂടാതെ ഗാസയിലെ ക്രിസ്ത്യാനികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഇസ്ലാമിക് തീവ്രവാദികൾ. ഗാസൻ ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോവുകയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും ചെയ്യുന്നതായിരുന്നു പ്രധാന പരിപാടി. ഈ പലസ്തീൻ തീവ്രവാദികൾ കത്തിച്ചു കളഞ്ഞ ഗാസയിലെ ആ ഏക ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൻ്റെ ഉടമയായിരുന്ന റാമി അയ്യാദിനെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ അവർ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് സ്റ്റാളിലേക്ക് കടന്നു ചെന്ന് ഇസ്ലാമിലേക്ക് മതം മാറുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് അവർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ റാമി അയ്യാദ് തിരിച്ചു പറഞ്ഞ മറുപടി, താങ്കൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം ആകുന്ന കാര്യം പരിഗണിക്കാമെന്നായിരുന്നു അദ്ദേഹം നൽകിയത്. അതിനുശേഷമാണ് അവർ അദ്ദേഹത്തെ കൊന്നത്. അപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റുന്നതിനെതിരെ 2012 ഗാസയിലെ ക്രിസ്ത്യാനികൾ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. തട്ടിക്കൊണ്ടുപോകലും ഉപദ്രവിക്കലും ഭീഷണിപ്പെടുത്തലും മതം മാറ്റവും അവിടെ മുറക്കി നടന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. 2007 ഹമാസിൻ്റെ കയ്യിൽ ഭരണം എത്തിയപ്പോൾ തന്നെ പകുതിയോളം ക്രിസ്ത്യാനികൾ, ബുദ്ധിയുള്ള ക്രിസ്ത്യാനികളെന്ന് ഞാൻ അവരെ വിളിക്കും, അവർ ഗാസ വിട്ടുപോയിരുന്നു. അവരെ ബുദ്ധിയുള്ളവരെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം അവർ കൊണ്ടറിയാൻ നിന്നില്ല, അവർ കണ്ടറിഞ്ഞു. ഭാവി എന്തായിരിക്കുമെന്ന് അവരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല.
എന്താണ് ഈ ഹമാസ് അധികാരത്തിൽ വന്നതോടുകൂടി ഇവർക്ക് മനസ്സിലായി എന്താണ് തങ്ങളെ കാത്തിരിക്കുന്ന ഭാവി എന്ന്. ബാക്കി പകുതിയോളം ക്രിസ്ത്യാനികൾ അവിടെ അനുഭവിച്ചതിൽ ചില വിവരങ്ങളാണ് നാം കുറച്ചൊക്കെ ഇപ്പോൾ പരിശോധിച്ച് നോക്കിയത്. ക്രിസ്തുമസ് ആഘോഷം മാത്രമല്ല, കുരിശ് പോലെയുള്ള ക്രിസ്ത്യൻ ചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പോലും പാടില്ലെന്നാണ് ഹമാസിൻ്റെ കൽപ്പന. 2010 ഡിസംബറിൽ ഹമാസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഹമാസിൻ്റെ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് മുസ്ലിങ്ങൾ തങ്ങളുടെ അയൽപക്കത്തുള്ള ക്രിസ്ത്യാനികളെയെല്ലാം കശാപ്പ് ചെയ്യണമെന്നായിരുന്നു. കശാപ്പ് ചെയ്യണം, സ്ലോട്ടർ ചെയ്യണം, കഴുത്തറക്കണം എന്നാണ് ആഹ്വാനം ചെയ്തത്. ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിൽ വന്ന വാർത്തയൊന്നുമല്ല ഇത്. വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന വാർത്തയാണ്. ഇത് ബ്ലോഗുകളിൽ പലതും വന്നിരുന്നു, അത് ഞാൻ കണ്ടിരുന്നു. ബ്ലോഗിൽ നിന്നൊന്നും ഞാൻ എടുക്കാണ്ട് വാൾ സ്ട്രീറ്റ് ജേണലിൽ നിന്ന് തന്നെ എടുത്തതിൻ്റെ കാരണം ഇത് കഥയൊന്നുമല്ല, ആരെങ്കിലും അടിച്ചു വിട്ടതൊന്നുമല്ല, ആധികാരികമായൊരു പത്രത്തിൽ വന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അയൽപക്കത്തുള്ള ക്രിസ്ത്യാനികളെ കശാപ്പ് ചെയ്യണമെന്ന് റേഡിയോയിലൂടെ പരസ്യമായി പലസ്തീൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത ഈ പലസ്തീൻ തീവ്രവാദികളെയാണ് വിൻസെൻ്റ് വിമോചന പോരാളികളെന്ന് വിളിച്ച് ആദരിക്കുന്നത്. വിമോചന പോരാളികളാണത്രേ വിൻസെൻറ്റിൻ്റെ ഭാഷയിൽ. ഇതൊക്കെ പുറത്തു വന്ന ചില വാർത്തകൾ മാത്രമാണ്. പുറത്തു വരാത്ത വാർത്തകൾ ഇതിലും അധികമാണ്. ഇസ്രായേലിൽ എല്ലാ മതസ്ഥർക്കും തുല്യനീതിയും തുല്യ സ്വാതന്ത്ര്യവും സമത്വവും അനുവദിക്കപ്പെട്ടിരിക്കുന്നതിനെ ഇവരൊക്കെ കാണാതെ അവഗണിച്ച് വിടുന്നത് എനിക്ക് മനസ്സിലാകും. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇവരുടെയൊക്കെ കണ്ണുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. പല പ്രത്യയശാസ്ത്രങ്ങളും ഇവരതിനു വേണ്ടി നയിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റിസെമിറ്റിസം ഇവരെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ആൻറ്റിസെമിറ്റിസം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ യഹൂദന്മാരുടെ നന്മകളൊന്നും ഇവർ കാണുകയില്ല. എന്നാൽ പലസ്തീനിലെ ക്രിസ്ത്യാനികൾ പിറന്നു വളർന്ന നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നതും അവശേഷിച്ചവർ അവിടെയുള്ള മുസ്ലിങ്ങളിൽ നിന്ന് പീഡനം അനുഭവിച്ചുകൊണ്ട് രണ്ടാം തരം പൗരന്മാരായി ദുരിത ജീവിതം കഴിക്കുന്നതും ഇവർക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ്? അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വിഷമമാവും, പിന്നെ വോട്ട് കിട്ടില്ല, ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷക്കാരനായ വിൻസെൻ്റ് ആയാലും സജി മർക്കോസ് ആയാലും ബാക്കി ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇത് പറയുന്നത്. ഇടതുപക്ഷക്കാരെന്നല്ല, കോൺഗ്രസ്സുകാരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. കോൺഗ്രസ്സിലുള്ള ഒറ്റ ഒരുത്തൻ ഇത് പറയാൻ ധൈര്യപ്പെടുകയില്ല. വസ്തുതകളാണിത്, നുണയൊന്നുമല്ല, സത്യസന്ധമായ വസ്തുതകളാണ്, പറയുകയില്ല. കാരണം മുസ്ലിങ്ങളെ പണിക്ക് കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടാണ്. അവരെണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം 15 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ട് മാറും. അപ്പോൾ അവരുടെ വോട്ട് അത്യാവശ്യമാണ്. അവരെ പണിക്ക് കഴിഞ്ഞാൽ അധികാരത്തിലെത്താൻ പറ്റുകയില്ല. ഗാസയിലെ ക്രിസ്ത്യാനികൾ ഇന്ന് അവിടെയുള്ള മുസ്ലിങ്ങളെപ്പോലെ ഈജിപ്തിൽ നിന്നോ സൗദിയിൽ നിന്നോ സിറിയയിൽ നിന്നോ ഇറാഖിൽ നിന്നോ യമനിൽ നിന്നോ ജോർദാനിൽ നിന്നോ ഒന്നും ഈ അനധികൃതമായി അധിനിവേശം ചെയ്ത് വലിഞ്ഞു കയറി വന്നവന്മാരൊന്നുമല്ല. നൂറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്നവരുടെ പിൻതലമുറക്കാരാണെന്ന് ഓർക്കണം. അവരാണെന്ന് സ്വന്തം നാട് വിട്ട് ഓടേണ്ടി വന്നിരിക്കുന്നത്. അത് പറയാൻ ഒറ്റ ഒരുത്തനും ധൈര്യമില്ല, ഒറ്റ ഒരുത്തനും. പിന്നെ സത്യം പറയാമല്ലോ, ഈ പലസ്തീൻ ക്രിസ്ത്യാനികൾ ഇന്ന് അനുഭവിക്കുന്നത് സ്വന്തം പ്രവൃത്തിയുടെ ദുരന്ത ഫലം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പലസ്തീൻ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമമൊന്നും തോന്നാത്തത്. ഇറാഖിലെയും സിറിയയിലെയും നൈജീരിയയിലെയും ഈജിപ്തിലെയും ഒക്കെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്, പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയൊക്കെ ക്രിസ്ത്യാനികൾ, അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയുള്ള അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ അനുഭവിക്കുന്ന മുസ്ലിങ്ങളുടെ കയ്യിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ വീഡിയോകളിൽ പലതിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ പലസ്തീനിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ കയ്യാൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പൊതുവെ ഞാൻ അധികം സംസാരിക്കാറില്ല. സംസാരിക്കാതിരിക്കുന്നതിന് എനിക്ക് കാരണമുണ്ട്. അത് ഇവന്മാരെ പേടിച്ചിട്ടൊന്നുമല്ല. എൻ്റെ കൈവശമുള്ള ബൈബിളിൽ ദൈവാത്മാവ് പറയുന്നത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണ്. പലസ്തീൻ ക്രിസ്ത്യാനികൾ പണ്ട് വിതച്ചത് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാർ ഇസ്രായേൽ പ്രദേശത്തെ മരുഭൂമികൾ വിലയ്ക്ക് വാങ്ങി അതിനെ അത്യധ്വാനം ചെയ്ത് മലർവാടിയാക്കി മാറ്റിയപ്പോൾ അത്യാഗ്രഹം മൂത്ത് യഹൂദനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞ അവൻ്റെ അധ്വാന ഫലം കവർന്നെടുക്കാമെന്ന് കരുതി മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃകയാണത്. ആ മാതൃക, ആ ചര്യ പിൻപറ്റാൻ വേണ്ടി മുസ്ലിങ്ങൾ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് വന്ന് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇവർക്കെതിരെ ആക്രമണം നടത്തുന്ന സമയത്ത് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ മുസ്ലിങ്ങളെ പിന്തുണച്ചവരാണ് ആ പ്രദേശത്തെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ അവരെ പിന്തുണച്ചു. അവിടുത്തെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ തദ്ദേശവാസികളാണെന്ന് ഓർക്കണം. സഹസ്രാബ്ദങ്ങളായി അവിടെ കഴിയുന്നവർ, നൂറ്റാണ്ടുകളായി ആ പ്രദേശം തരിശായി കിടക്കുന്നതാണ് എന്നറിയാത്തവരല്ല അവർ. അവരുടെ പൂർവികന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ കുട്ടിക്കാലത്ത് മുതലേ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലേ ഇതിങ്ങനെ തന്നെയാണ് ഈ കിടക്കുന്നത് ഈ പ്രദേശം എന്നൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ.
അപ്പോൾ അവർക്കറിയാത്തതൊന്നുമല്ല, ഇത് തരിശായി കിടക്കുന്ന ഭൂമിയാണ്. യഹൂദന്മാർ കാശ് കൊടുത്ത് ഭൂമി വാങ്ങിയതും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുത്തതും കണ്ടവരാണ് അവർ. അവരുടെ ജീവിതകാലത്ത് തന്നെയാണല്ലോ യഹൂദൻ അവിടെ നിന്ന് 1851 ശേഷം വലിയ തോതിലുള്ള കുടിയേറ്റം. അതിന് മുമ്പേ കുടിയേറ്റമുണ്ട്, 1850 മുതലേ വരുന്നുണ്ട്. പക്ഷേ 851 ശേഷം വലിയ തോതിലുള്ള യഹൂദ കുടിയേറ്റം ഉണ്ടായി. ഭൂമി ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നു, അവിടെ കഷ്ടപ്പെടുന്നു, കൃഷി ചെയ്യുന്നു, മെച്ചപ്പെടുത്തിയെടുക്കുന്നു. ഇതൊക്കെ കണ്ട ആൾക്കാരല്ല അന്നത്തെ ക്രിസ്ത്യാനികൾ. അപ്പോൾ ആ യഹൂദന്മാരെ ഓടിപ്പിച്ച് കളയാൻ വേണ്ടി ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് അറബികളും അറബികളല്ലാത്തവരുമായ മുസ്ലിങ്ങൾ അനധികൃതമായി ഇങ്ങോട്ട് കുടിയേറി യഹൂദന്മാരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിൽക്കേണ്ടവരായിരുന്നു. കടന്നുകയറ്റക്കാരായ അറബികളെ അവർ അന്നേ ചെറുക്കണമായിരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ മുസ്ലിങ്ങളോട് പറഞ്ഞ് കാശ് കൊടുത്ത് ഭൂമി വാങ്ങി അതിൽ അധ്വാനിക്കുന്ന യഹൂദന്മാരോടൊപ്പം അവർ നിൽക്കണമായിരുന്നു. പലസ്തീൻ ക്രിസ്ത്യാനികൾ അത് ചെയ്തില്ല. പകരം എന്ത് ചെയ്തു? അനധികൃത കുടിയേറ്റക്കാരായ ഈ അറബികളോടൊപ്പം നിന്ന് യഹൂദന്മാരെ ഓടിപ്പിച്ച് കളയാൻ നോക്കി. യഹൂദന്മാരെ ഓടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ഥാപകർ തന്നെ ക്രിസ്ത്യാനികളായിരുന്നു. തദ്ദേശവാസികളും കുടിയാന്മാരുമായ പാവം ബദൂവിയൻ അറബികളെ പോലെ തന്നെയായിരിക്കും ഈജിപ്തിൽ നിന്നും സൗദിയിൽ നിന്നും യമനിൽ നിന്നും സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ തങ്ങളുടെ പ്രദേശത്തേക്ക് കുടിയേറിയ മറ്റ് അറബി മുസ്ലിങ്ങളും എന്ന് പലസ്തീനിലെ ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അവർ അധിനിവേശ അറബികളോടൊപ്പം നിന്ന് യഹൂദനെ അവിടെ നിന്ന് ഓടിപ്പിക്കാൻ നോക്കി. യഹൂദനെ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നില്ല. പക്ഷെ അന്ന് യഹൂദനെ ഓടിപ്പിക്കാൻ വേണ്ടി അധിനിവേശക്കാരായ അറബി മുസ്ലിങ്ങളോടൊപ്പം നിന്ന തദ്ദേശവാസികളായ ക്രിസ്ത്യാനികളും അവരുടെ പിന്മുറക്കാരും ഇന്ന് അതേ അധിനിവേശ മുസ്ലിങ്ങളുടെയും അവരുടെ പിൻതലമുറക്കാരുടെയും കയ്യാൽ നൂറ്റാണ്ടുകളായി അധിവസിച്ചിരുന്ന സ്വന്തം നാട് വിട്ട് ഓടുകയോ അല്ലെങ്കിൽ സ്വന്തം ദേശത്ത് രണ്ടാം തരം പൗരന്മാരായി കഴിയുകയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അന്യായത്തിന് കൂട്ടുനിൽക്കുന്നവന് ശിക്ഷ കിട്ടാതെ പോകുകയില്ല എന്ന് ബൈബിളിൽ വെറുതെ ഒരു നേരം പോക്കിനെ എഴുതി വെച്ചതല്ല എന്നുള്ള കാര്യം പലസ്തീൻ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടാകും. ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ കയ്യാൻ പലസ്തീൻ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഞാൻ പൊതുവെ ഒന്നും പറയാത്തത്. അവർ വിതച്ചത് അവർ കൊയ്യുന്നു, അതിലിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഇവരുടെ കേസിലുള്ളത്. പക്ഷേ വിൻസെൻറ്റിനെ പോലുള്ളവർ കള്ളം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, നുണ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് പൊളിക്കാൻ വേണ്ടി, അവർ പറയുന്നത് നുണയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഡാറ്റ എനിക്ക് പറയേണ്ടി വരുന്നു. ഏതായാലും വിൻസെൻ്റ് പറയുന്ന ഗോത്രീയ ഇസ്രായേലിലെയും വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള മധുര മനോഹര മനോജ്ഞ പലസ്തീനിലെയും സ്ഥിതി ഇതൊക്കെയാണ്. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി നോക്കാം. ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്, ജനാധിപത്യ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ അവരുടെ ജനങ്ങളോട് എത്രത്തോളം ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഫ്രീഡം ഹൗസ് എന്നുള്ളത്. അതിൻ്റെ വാർഷിക റിപ്പോർട്ടുകളുണ്ട്. 210 രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരസ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ, അതായത് വോട്ടവകാശം മുതൽ അഭിപ്രായ സ്വാതന്ത്ര്യവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും വരെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് അവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. 100% ജനാധിപത്യം പുലരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ മൊത്തം രാജ്യങ്ങളിൽ വെറും 3 രാജ്യങ്ങൾ മാത്രമേ 100ൽ 100 പോയിൻ്റ് നേടിയിട്ടുള്ളൂ. അതായത് ആ ജനാധിപത്യം പരിപൂർണമായ അർത്ഥത്തിൽ നടപ്പാക്കുന്നതെന്ന് പറയുന്നത് 3 രാജ്യങ്ങളാണ്. ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ, ഈ 3 രാജ്യങ്ങളാണത്. നമ്മുടെ ഇന്ത്യക്കുള്ളത് 67 പോയിൻ്റാണ്. ഇറാന് 16 പോയിൻ്റേ ഉള്ളൂ. ഇറാഖിന് 29 പോയിൻ്റ്. വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരെന്ന് വിൻസെൻ്റ് പറഞ്ഞ വെസ്റ്റ് ബാങ്കിന് ലഭിച്ചിരിക്കുന്നത് വെറും 25 പോയിൻ്റാണ്. വിൻസെൻറ്റിൻ്റെ കണ്ണിൽ വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള മറ്റൊരു പലസ്തീൻ സ്റ്റേറ്റായ ഗാസയ്ക്കുള്ളത് വെറും 11 പോയിൻ്റാണ്. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന സാധനം അവിടെ കണി കാണാൻ പോലും കിട്ടുന്നില്ലെന്നാണ് ഈ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാലും പി ജെ വിൻസെൻറ്റിനെ പോലെയുള്ള പലസ്തീൻ ജിഹാദികളുടെ കൂലിയെഴുത്തുകാർക്ക് വെസ്റ്റ് ബാങ്കും ഗാസയും വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള പ്രദേശങ്ങളാണ്. പിന്നെ ഈ കാര്യത്തിൽ വിൻസെൻറ്റിന് അങ്ങനെ അങ്ങ് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം പലസ്തീനിൻ്റെ അയൽ രാജ്യമായ സിറിയയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലസ്തീനിൽ ഉയർന്ന ജനാധിപത്യ ബോധമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. സിറിയയ്ക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു പോയിൻ്റ് മാത്രമാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലസ്തീനികൾ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരാണെന്ന് ആരായാലും പറഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. ഇനി നമുക്ക് ഇസ്രായേലിന് ലഭിച്ച പോയിൻ്റ് എത്രയാണെന്ന് നോക്കാം. 76 പോയിൻ്റാണ് ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ളത്.
76 പോയിന്റ്. അതായത് ഇന്ത്യയിലുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനാധിപത്യ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ഇസ്രായേലിലുള്ളവർ. ആ ഇസ്രായേലികളെ തഴഞ്ഞിട്ടാണ് വിൻസെൻ്റ് പറയുന്നത് പലസ്തീനികൾ വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരാണ്, തങ്ങൾക്കൊരു രാജ്യം ഉണ്ടാകണമെന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിലെ വിമോചന പ്രസ്ഥാനങ്ങളോടെല്ലാം ഐക്യപ്പെടുന്ന മനോഭാവം പലസ്തീനികളുടെ ചിന്തയിലും മനോഭാവത്തിലും പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കും. പലസ്തീനിൽ തന്നെ 10% ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവരെല്ലാം പലസ്തീനിയൻ ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. അവർ പലസ്തീൻ ദേശീയതയുടെ ഭാഗമാണെന്നൊക്കെ. ആര് പലസ്തീൻ ദേശീയതയുടെ ഭാഗമാണെന്നാണ് ഈ പറയുന്നത്? ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെയൊക്കെ അവിടെ നിന്ന്. മനസ്സിലായ? മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും അവർ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രം മതി, ഇതാണ് അവരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് അവനെ കിട്ടി ഞെരുക്കുന്നത്. എന്നിട്ട് പറയണ ഈ ക്രിസ്ത്യാനികളൊക്കെ പലസ്തീൻ ദേശീയതയുടെ ഭാഗമാണെന്ന്. അവിടെയുള്ള പലസ്തീൻ നേതാക്കന്മാർ അല്ലെങ്കിൽ പലസ്തീൻ ജനത അത് അംഗീകരിക്കുന്നില്ല. മുസ്ലിങ്ങളുണ്ടല്ലോ, ഭൂരിപക്ഷം വരുന്ന പലസ്തീനികൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അവരൊന്നും പലസ്തീനികളല്ല. പലസ്തീനികൾ എന്നൊക്കെ പറയാം ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾക്കൊക്കെയാണ്. ക്രിസ്ത്യാനികൾക്ക്, ദ്രൂസിന്, പിന്നെ ബദൂവിയൻ അറബ്സ് ഉണ്ട്, അവർക്കൊക്കെയാണ് ഇത് പറയാൻ പറ്റുന്നത്. മറ്റേ ടീമുകളെന്നൊക്കെ പറഞ്ഞാൽ അധിനിവേശക്കാരാണ്, അങ്ങോട്ടേക്ക് പലയിടങ്ങളിൽ നിന്ന് വന്നവന്മാർ. പക്ഷെ അവരാണ് ഇന്ന് സ്വയം പലസ്തീനികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർ പറയുന്നത് ഇവരൊന്നും പലസ്തീനികളല്ല, ഇവർ ഈ ദേശീയതയുടെ ഭാഗമല്ല, ഓടിക്കോ, അല്ലെങ്കിൽ മതം മാറും, മുസ്ലിം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പലസ്തീൻ ദേശീയതയുടെ ഭാഗമാണ്. ഇതാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ, സത്യം ഇങ്ങനെയായിരിക്കെ, സ്വന്തം ക്രെഡിബിലിറ്റിക്ക് ഒരു വിലയും കൊടുക്കാത്ത മനുഷ്യർ മാത്രമേ ഈ വിൻസെൻ്റ് പറഞ്ഞതുപോലെയൊക്കെയുള്ള നുണ പറയാൻ നിൽക്കുകയുള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിൽ സമയവും ഡാറ്റയും ചിലവാക്കാൻ തയ്യാറായ ഏത് 10ാം ക്ലാസ്സുകാരന് വേണമെങ്കിലും പരിശോധിച്ച് നോക്കി സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയത്തിൽ കള്ളം പറഞ്ഞാൽ അത് കണ്ടുപിടിക്കപ്പെടും. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വില പോകുമെന്ന് ചിന്തിക്കുന്ന, ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ഇങ്ങനെയുള്ള നുണ പറയാൻ നിൽക്കുകയില്ല. പി ജെ വിൻസെൻ്റ് പറയുന്ന ഈ നുണകളുണ്ടല്ലോ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന കൂട്ടർ കമ്മികളാണ്. പിന്നെ കുറേ ക്രിസ്ത്യാനികളുമുണ്ട്. ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിച്ചുകൊണ്ട് പലസ്തീനു വേണ്ടി ജയ് വിളിക്കുന്നവർ. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്ക് വേണ്ടിയും, കമ്മികൾക്കും ഇങ്ങനെയുള്ള മതേതര ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും അവരറിയാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. 2010 ഡിസംബർ 3 ഹമാസ് ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഹമാസിൻ്റെ ഒഫീഷ്യൽ TV ചാനലായ അൽ അക്സ TVയിലാണ് ഈ വീഡിയോ റിലീസായത്. ആ വീഡിയോയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഞങ്ങളുടെ നാഥ, നിൻ്റെ ശത്രുക്കളെ, ഇസ്ലാം മതത്തിൻ്റെ ശത്രുക്കളെ എല്ലായിടങ്ങളിലും നീ ജയിക്കണം. ആരൊക്കെയാണ് ആ ശത്രുക്കൾ എന്നാണ് പിന്നെ പറയുന്നത്. അല്ലാഹുവേ, യഹൂദന്മാരെയും അവരുടെ അനുഭാവികളെയും നീ അടിക്കണേ, ക്രിസ്ത്യാനികളെയും അവരുടെ പിന്തുണക്കാരെയും. അതായത് ഇവരുടെ ശത്രുക്കളായിട്ട് ഇവർ പറയുന്നതാണ്, ഇസ്ലാം മതത്തിൻ്റെ ശത്രുക്കളായിട്ട് ആരെയൊക്കെയാണ് അള്ളാഹു നശിപ്പിക്കേണ്ടതെന്നുള്ളത്, കൊല്ലേണ്ടതെന്നൊക്കെ പറയുമ്പോഴാണ് പറയുന്നത്. ഒന്ന് യഹൂദന്മാർ, രണ്ടാമത് പറയാണ് ക്രിസ്ത്യാനികളെയും അവരുടെ പിന്തുണക്കാരെയും. ഇനി അടുത്തതാണ് രസം, കമ്മ്യൂണിസ്റ്റുകളെയും അവരുടെ അനുയായികളെയും. അല്ലാഹുവേ, അവരെ എണ്ണം കണക്കാക്കി അവസാനത്തവനെ വരെ നീ കൊല്ലണേ, ഒരുത്തനെ പോലും വിട്ടുകളയരുതേ എന്നാണ് ഹമാസിൻ്റെ ആ വീഡിയോയിൽ അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ഈ വീഡിയോ പ്രശ്നമാകുന്നു കണ്ടപ്പോൾ ഹമാസ് അത് നീക്കം ചെയ്യുകയുണ്ടായി, അവരുടെ ചാനലിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ ആ വീഡിയോ പലസ്തീനിയൻ മീഡിയ വാച്ച് എന്ന palwatch.org ഈ ഹമാസ് ഇത് നീക്കം ചെയ്തു. വേറെ ആരെങ്കിലും ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹമാസിൻ്റെ ആളുകൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്ത് ഈ വീഡിയോ റിമൂവ് ചെയ്യിക്കും. എന്നാൽ പാൽവാച്ചിൻ്റെ പേജിൽ ആ വീഡിയോ കിടപ്പുണ്ട്. അത് അവരുടെ യൂട്യൂബിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാനത് ഡൗൺലോഡ് ചെയ്യാൻ കുറേ നോക്കി, പക്ഷേ കാണുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ ആ പേജ് തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനത് കാണിച്ചു തരാം. اللهم يا ربنا ويا مولانا ويا سيدنا
എല്ലാ കമ്മികളും ക്രിസ്ത്യാനികളും ഇത് കണ്ടല്ലോ. വിൻസെൻ്റ് പ്രത്യേകിച്ച് ഇതൊന്ന് കാണണം. കാരണം വിൻസെൻ്റ് സ്വയം ഒരു സുറിയാനി ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്ന ആളാണ്. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമായുള്ള ആ ഡിബേറ്റിൽ വിൻസെൻ്റ് വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു സുറിയാനി ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ. മാത്രമല്ല ഈ വിൻസെൻ്റ് കമ്മിയുമാണ്. അപ്പോൾ കമ്മി എന്ന നിലയിൽ വിൻസെൻറ്റിന് അള്ളാഹു കൊന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ കൊല്ലണം, ക്രിസ്ത്യാനി എന്ന നിലയിൽ വിൻസെൻറ്റിന് അള്ളാഹു കൊന്നില്ലെങ്കിൽ കമ്മി എന്ന നിലയിൽ കൊല്ലണമെന്നാണ് പോരാളികൾ എന്ന് വിൻസെൻ്റ് വിശേഷിപ്പിച്ച ഹമാസ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. വിൻസെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല ഇത്, പലസ്തീനികളെ താങ്ങി നടക്കുന്ന സകല കമ്മികളുടെയും ക്രിസ്ത്യാനികളുടെയും അൾട്രാ ഓർത്തഡോക്സ് യഹൂദന്മാരുടെയും എല്ലാവരുടെയും ഇവരുടെയൊക്കെ കട്ടപ്പുക കാണാൻ കാത്തിരിക്കുന്നവരാണ് പലസ്തീനികൾ. കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടേ അറിയൂ എന്ന് ഞങ്ങളുടെ നാട്ടിൽ കാരണവന്മാർ പറയും. പലസ്തീനികളെ താങ്ങി നടക്കുന്ന കമ്മികളും കുഞ്ഞികളും ക്രിസ്ത്യാനികളും ഒക്കെ കൊക്കുകളാണ്, കൊണ്ടാൽ മാത്രമേ അവരറിയൂ. പക്ഷെ അന്നേരം ഒരാളും നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിസ്സഹായരായി കരയും. ആ കാര്യം മാത്രം ഞാൻ ഉറപ്പ് തരാം, ഉറപ്പാണത്. ഒന്നുകിൽ നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇത് നിങ്ങൾ കാണും, നിങ്ങൾ കരയും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാലത്ത്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളെ വെച്ചിട്ടായിരിക്കും ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. കാരണം നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾ നല്ലവർ, അവരിങ്ങനെയുള്ള ഭീകരത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, അവരൊക്കെ വളരെ സ്നേഹത്തോടെയൊക്കെയാണല്ലോ ഞങ്ങളോട് ഇടപെടുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ വിചാരിച്ചത്, ഞങ്ങൾക്കൊന്നും മുസ്ലിം സുഹൃത്തുക്കളില്ലെന്നാണോ? ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾക്കും ഇഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ബാല്യകാലം മുതലുള്ള സ്നേഹിതന്മാർ. ഞങ്ങളോട് ഇന്ന് വരെ വർഗീയതയുടെ ഒരു ചെറിയ ചായ്വ് പോലും കാണിക്കാത്തവർ. കാണിച്ചിട്ടുള്ള ടീമുകളുണ്ടില്ലെന്നല്ല, പക്ഷെ ഭൂരിഭാഗം പേര് അത് കാണിക്കാതെ ഞങ്ങളോട് എല്ലാ കാര്യത്തിലും സ്നേഹത്തോടെ ഇടപെടുന്ന ആളുകൾ. സ്കൂൾ കാലത്തിലുള്ള സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഉള്ള 5 വയസ്സിന് മുമ്പേ ഉള്ള കാലത്തെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, സ്കൂളിൽ പോയതിന് ശേഷം കിട്ടിയതുണ്ട്. പിന്നെ നാട് വിട്ട് ഞാൻ കറങ്ങി നടന്ന സമയത്ത് കാസർഗോഡും കണ്ണൂരൊക്കെ എനിക്ക് ഇഷ്ടം പോലെ മുസ്ലിം സ്നേഹിതന്മാരുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഞങ്ങൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, ഗാസയിൽ നിന്നും ഓടിപ്പോയ ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്കും ഇഷ്ടം പോലെ മുസ്ലിം സ്നേഹിതന്മാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മുസ്ലിം സ്നേഹിതന്മാർ. പക്ഷേ ഇസ്ലാം മതവിശ്വാസികളുടെ കരങ്ങൾ ആ ക്രിസ്ത്യാനികൾക്ക് നേരെ നീണ്ടു വന്നപ്പോൾ രക്ഷിക്കുന്നത് പോട്ടെ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ഒരു മുസ്ലിം സ്നേഹിതനും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവരുടെ പ്രമാണം അങ്ങനെ ആയതുകൊണ്ടാണ്. ക്രിസ്ത്യാനിയോട് സൗഹൃദം പുലർത്തരുത്. ഏതെങ്കിലും മുസൽമാൻ ക്രിസ്ത്യാനിയോട് സൗഹൃദം പുലർത്തിയാൽ അവൻ പിന്നെ മുസ്ലിമല്ല, ക്രിസ്ത്യാനിയാണ് എന്ന് സൂറ 5:51 നല്ല വൃത്തിക്ക് എഴുതി വച്ചിരിക്കേ. ക്രിസ്ത്യാനിയോട് സൗഹൃദം പുലർത്തുകയും അവന് വേണ്ടി വാദിക്കാനും വരുന്ന നാമധാരി മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് ആസിയ ബീവി എന്ന നിരപരാധിയായ ഒരു ക്രിസ്ത്യൻ സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചതിനാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന പഞ്ചാബ് ഗവർണറായിരുന്ന സൽമാൻ തസീറിനെ 2011 മാലിക് മുംതാസ് ഹുസൈൻ ഗദ്രി എന്ന സ്വന്തം അംഗരക്ഷകൻ വെടിവെച്ചു കൊന്നത്. യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളുടെ മുന്നിൽ ഈ സൽമാൻ തസീറിനെ പോലെ അത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ വില ഇത്രയേ ഉള്ളുവെങ്കിൽ, അതായത് വെടികൊണ്ട് കൊല്ലപ്പെടേണ്ടവനാണ് അവൻ എന്നുള്ള വിലയേ ഉള്ളുവെങ്കിൽ, സാധാരണക്കാരായ നമ്മുടെ മുസ്ലിം സ്നേഹിതന്മാരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വില എത്രത്തോളം ഉണ്ടായിരിക്കും നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഖുർആനും ഹദീസുകളും പഠിച്ച മുസ്ലിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പ്രയോഗത്തിൽ വരുത്താൻ തുടങ്ങുമ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ആരും എന്നെ രക്ഷിക്കാൻ വരില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും, അത് ഉറപ്പാണ്. സൽമാൻ തസീറിനൊക്കെ ഉള്ള അതേ അവസ്ഥ തന്നെയായിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ സ്വന്തം ജീവനിൽ അവർക്ക് കൊതിയുണ്ട്, അവർക്ക് കുടുംബമൊക്കെ ഉള്ളതാണ്, അവർക്ക് ജീവിക്കണം. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. അതുകൊണ്ട് സ്വന്തം സുരക്ഷ നോക്കും. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ ചെയ്യുന്നത്, സ്വന്തം സുരക്ഷ നോക്കും. ഇന്ന് നമ്മൾ മതഭ്രാന്തന്മാരെന്ന് വിളിക്കുന്ന, എന്നാൽ ഹദീസുകളും ഖുർആനുകളും ഒക്കെ പഠിച്ച് അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ നിന്ന് ഭാവിയിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്നെ രക്ഷിക്കാൻ എൻ്റെ ഒരു മുസ്ലിം സ്നേഹിതനും വരില്ല എന്നെനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇസ്ലാമിനെ ഇന്ന് എതിർക്കുന്ന കാര്യത്തിൽ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേദന ഉണ്ടാകുമോ വിഷമം ഉണ്ടാകുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാത്തത്. കാരണം അവർ തെറ്റായ ഒരു ഐഡിയോളജിയുടെ പുറകെയാണ് പോകുന്നത്. ആ ഐഡിയോളജി അവർക്കും പുറമേ ഉള്ളവർക്കും നാശമാണ്. എനിക്കും അല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ളവർക്കും അവർക്കൊക്കെ അത് നാശമാണ്, ദോഷമാണ്, ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ഗുണവും ഒരു നന്മയും ചെയ്തിട്ടില്ല അത് ലോകത്തിന്. അതുപോലെയുള്ളൊരു ഐഡിയോളജിയാണ്. അപ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് ആ ഐഡിയോളജി വിട്ടുകളയുക എന്നുള്ളതാണ്. അത് വിട്ടുകളയുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ അവർ അതിൽ തന്നെ തുടർന്നിടത്തോളം കാലം അവർക്ക് വിഷമമാകുമോ
അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അവർക്ക് അവരുടെ മനസ്സിന് വിഷമാകുമോ അല്ലയോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. ഞാനിത് പറയും. കേരളത്തിലെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നതാണോ എന്ന്. ഈ കാശ്മീർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അങ്ങ് വടക്കേ അറ്റത്ത്, ഇന്ത്യൻ ഇതിൽ തന്നെയാണ്, ഇന്ത്യക്ക് പുറത്തൊന്നുമല്ല. ഇന്ത്യ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ആ ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ളൊരു സ്റ്റേറ്റാണ് കാശ്മീർ എന്ന് പറയുന്നത്, ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അവിടെ പണ്ഡിറ്റുകൾ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു ഈ കാശ്മീരിൽ. ഈ പണ്ഡിറ്റുകൾക്കും ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മുസ്ലിം സ്നേഹിതന്മാർ. കാരണം മുസ്ലിങ്ങളും പണ്ഡിറ്റുകളെല്ലാം ഒക്കെ ഒരുമിച്ചുള്ള ഇതാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ സ്നേഹിതന്മാരുണ്ട്. പക്ഷേ ഖുർആനും ഹദീസുകളും പഠിച്ച് പ്രയോഗത്തിൽ വരുത്താൻ നോക്കിയ ഇസ്ലാം മതവിശ്വാസികളുടെ കൈകൾ ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ നേരെയും അവരുടെ സ്ത്രീകളുടെ നേരെയും അവരുടെ സ്വത്തിൻ്റെ നേരെയും നീണ്ടപ്പോൾ അവരെ രക്ഷിക്കാൻ അവരുടെ മുസ്ലിം സ്നേഹിതന്മാരാരും ഉണ്ടായിരുന്നില്ല, ഒരാളുണ്ടായില്ല. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് തലമുറയായി പാർത്തു വന്നിരുന്ന ആ കാശ്മീർ താഴ്വര വിട്ട് അവരുടെ വീടും പറമ്പും സ്വത്തും ഒക്കെ ഉപേക്ഷിച്ച് വെറും കയ്യോടെ അവിടെ നിന്നും ഓടിപ്പോരേണ്ടി വന്നു ഡൽഹിയിലേക്ക്. അഭയാർത്ഥികളായിട്ട് കഴിയാണ്. ഇതൊക്കെ എൻ്റെ തലമുറയിൽ നടന്ന കാര്യമാണ്, എൻ്റെ കുട്ടിക്കാലത്ത് 90-ൽ നടന്ന കാര്യമാണിത്. 90-ൽ ഞാനൊക്കെ പത്രങ്ങളിലൂടെ ആ സമയത്ത് അത് വായിച്ചറിഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? ഗാസയിലെ ക്രിസ്ത്യാനികൾക്കും അതേ സ്ഥിതി വന്നു. അവർക്കെതിരെ ഈ ഇസ്ലാം പ്രമാണബദ്ധമായി പഠിച്ച ആളുകൾ അവർക്കെതിരെ വന്നപ്പോൾ അവരുടെ മുസ്ലിം സ്നേഹിതന്മാരാരും ഇവരെ രക്ഷിക്കാനായിട്ട് വന്നില്ല. ഇറാഖിലെയും സിറിയയിലെയും ലെബനോനിലെയും ക്രിസ്ത്യാനികൾക്കൊക്കെ ഇതേ സ്ഥിതി വന്നു. അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും ഇതുപോലെ ഇഷ്ടംപോലെ മുസ്ലിം സ്നേഹിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ആരും സഹായത്തിനായിട്ട് വന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് ഈ ഗതി വന്നിട്ടുണ്ട്. അന്നൊന്നും അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ മുസ്ലിം സുഹൃത്തുക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഈ ഗതി വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല തലയെക്കെട്ടുകാരും, മതേതരത്വമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തലയെക്കെട്ടുകാരുണ്ടല്ലോ, അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ അത് മാറും. തലയെക്കെട്ടുകാരുടെ സ്വഭാവം മാറും, അവർ പറയുന്ന കാര്യങ്ങൾ മാറും. തൊപ്പി വെച്ചവനൊക്കെ ഇപ്പം പറയുന്നതല്ല അപ്പം പറയുക, പ്രമാണത്തിലുള്ള കാര്യം ഇവിടെ പ്രാക്ടിക്കലാക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ആക്കാൻ നോക്കുമ്പോഴാണ് ഒന്നുകിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് ഇവിടെ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കോ ഇങ്ങനെയുള്ളൊരു ഗതി വരരുത്. രണ്ടാം തരം പൗരന്മാരായിട്ട് ഇവിടെ കഴിയുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടേണ്ടി വരികയോ ചെയ്യുന്ന ഒരു ഗതി വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സൗഹൃദങ്ങളൊക്കെ പുറകോട്ട് മാറ്റി വെച്ചിട്ട് ജീവന് ഭീഷണിയുണ്ടെന്നറിഞ്ഞിട്ടും ഈ കാര്യങ്ങൾ പിന്നെയും വന്ന് ഞങ്ങൾ പറയുന്നത്. ഇന്ന് വിൻസെൻറ്റിനെ പോലെയുള്ളവർക്ക് കയ്യടിയും ഞങ്ങൾക്ക് വർഗീയവാദി ചാപ്പയുമാണ് കിട്ടുന്നത്. ഞങ്ങളിതൊക്കെ പറയുന്നതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഞങ്ങളെ വർഗീയവാദികളാക്കാൻ മുദ്ര കുത്തുന്ന കുറേ പേരുണ്ട്. പക്ഷെ ചരിത്രം ഞങ്ങളോട് നീതി കാണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചരിത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ചരിത്രം എനിക്ക് വളരെ ഇഷ്ടമാണ്. ചരിത്രം ഞങ്ങളോട് നീതി കാണിക്കും. വരാൻ പോകുന്ന തലമുറ പറയും സാക്ഷിയും ട്രൂത്ത് ഫൈറ്റേഴ്സും ഒക്കെയായിരുന്നു ശരി, വിൻസെൻറ്റും സജി മർക്കോസും സുനിത ദേവദാസും പിന്നെ അവരെ പോലെയുള്ളവരും ഒറ്റുകാരായിരുന്നു എന്ന്. കേരള സമൂഹത്തെ ജിഹാദികൾക്ക് ഒറ്റുകൊടുത്തവരായിരുന്നു അവരെന്ന് വരും തലമുറ പറയും. അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള കാര്യമാണ്. നാളെ ഇപ്പം ഇതൊക്കെ പറയുന്നതിൻ്റെ പേരിൽ നാളെ ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ശരി, കുഴപ്പമൊന്നുമില്ല. വരും തലമുറ പറയും അനിൽകുമാർ അയ്യപ്പനൊക്കെ ആയിരുന്നു ശരിയെന്ന്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോ സജി മർക്കോസ് പറഞ്ഞ ചില കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ വീഡിയോ പരമ്പരയിലെ ആദ്യത്തെ 3 വീഡിയോയും വിൻസെൻറ്റിനെ എക്സ്പോസ് ചെയ്യുന്നതായിരുന്നല്ലോ. ഇനി തൽക്കാലം നമുക്ക് വിൻസെൻറ്റിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സജി മർക്കോസ് പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ചരിത്രത്തെ വ്യഭിചരിക്കുന്ന കാര്യത്തിൽ വിൻസെൻറ്റിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നവനാണ് സജി മർക്കോസ് എന്നുള്ള സത്യം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.